right? ഇന്നത്തെ puzzles, some of them I'm not very good at. I also haven't done them recently. Usually അന്ന് രാവിലെ ഞാൻ നോക്കാറുണ്ട്, രാവിലെ or evening. I didn't. Let's see how it goes. If, easy level should be fine. ഷിങ്കോക്കിയിൽ എന്തൊക്കെയാണ് പറയുന്നത്? Give me a second. Can I zoom out and keep this on the side? Yes. Shingoku and Masu are somewhat similar in that they both have, you know, ഒരു സിംഗിൾ കണ്ടിന്യൂസ് കോയിൽ ക്രിയേറ്റ് ചെയ്യണം, ക്ലോസ്ഡ് ലൂപ്പ് ക്രിയേറ്റ് ചെയ്യണം, ബ്രാഞ്ചസ് പാടില്ല. സോ യു കാൺ ഹാവ് എ കോയിൽ ആൻഡ് ദെൻ എ ബ്രാഞ്ച് ലൈക്ക് ദിസ്, റൈറ്റ്? കണ്ടിന്യൂസ് കോയിൽ ദറ്റ് പാസസ് ത്രൂ ഓൾ ഓഫ് ദ നമ്പേഴ്സ്. വൈറ്റിൽ ടേൺ ചെയ്യരുത്, ബ്ലാക്കിൽ ടേൺ ചെയ്യണം, 90 ഡിഗ്രി ടേൺ ചെയ്യണം. ആൻഡ് നോട്ടീസ് ദിസ് ഗോട്ട് സ്ട്രക്ക് ഓഫ് ബിക്കോസ് അവർ തന്നിരിക്കുന്ന ലൈക്ക് അപ്പുറവും ഇപ്പുറവും കൂടെ ടോട്ടൽ ലെങ്ത് ഈക്വൽ ടു ദ നമ്പർ ഇൻസൈഡ് ആണെങ്കിൽ കറക്റ്റ് ആവും. ഇച്ചിരി എക്സ്റ്റെൻഡ് ചെയ്താൽ എറർ വരും, right? Even for blacks is the same case. 1 here, 2 here is correct. Total 3. You can't have 2 plus 2 4. That would be a problem. So single closed loop. Numbers indicate the sum of the lengths of both sides. And you have to turn at the blacks. Don't turn at the whites. Those are the clues. And those are the rules. എന്താണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് സ്ട്രാറ്റജി? Corners, Corners. the white corners, because they Oh, should go the through a whites and the straight line. edges, technically, right? Yeah, yes, that's right. It's Yes, yeah. whites and the edges. And you know you have to turn. ഇവിടുന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് എറർ വരും. ടേൺ ചെയ്യണം എന്ന് നമുക്കറിയാം. ഇവിടെയും ടേൺ ചെയ്യണമെന്നറിയാം. ഇവിടെ 3 എന്ന് പറയുന്നത് ഒന്ന് ഇപ്പുറത്തും ആണ്. തേർഡ് വൺ? Straight line. Yeah, I'm asking, is it on the left or the right? Right. റൈറ്റിലേ വരാൻ പറ്റും. ലെഫ്റ്റ് വന്നാൽ ഈ 2-ന് എറർ വരും, 2-നും 3-നും 2-നും എറർ വരും. സോ ഇറ്റ് ഹാസ് ടു ബി ഓൺ ദ റൈറ്റ്. ഇവിടെയും ടേൺ ഉണ്ട്. ഇത്രയും നമുക്ക് പറയാൻ പറ്റും ആസ് എ സ്റ്റാർട്ടിംഗ് പോയിന്റ്, റൈറ്റ്? What next? B1-ലുള്ള 2-ന്റെ താഴോട്ടൊരു ലൈൻ വെക്കാൻ പറ്റും. Yes, you have to turn at this 2 and you already have satisfied the number 2, 1 plus 1, which means you have to turn after this, right? You can't continue. രണ്ട് മൂന്ന് issues ആണ്. Length തെറ്റും, incomplete closed loop വരും. So you have to turn, and the only way to turn is this way. Is everyone okay with that? Yes. 19 to go. What's next? അതുപോലെ തന്നെ ഈ 5-ന്റെ 2-ന്റെ റൈറ്റിലോട്ട് ഒരു ലൈൻ ഇടാൻ പറ്റും. Are you referring to D2? A5. Okay, A5-ന്റെ 2 റൈറ്റിലോട്ട് ഇടാൻ പറ്റും. Also extend ചെയ്യാൻ പാടില്ല, which means it can then only move upwards, right? Extend ചെയ്താൽ കൗണ്ട് തെറ്റും. So you have to move upwards. So D2 റൈറ്റിലോട്ട്. D2 റൈറ്റ് മാത്രമല്ല ഡൗണും റൈറ്റും ഉണ്ട്, കാരണം ഈ രണ്ട് സൈഡ് ഓൾറെഡി പോയി. So whenever you have this, I think they can add a feature where രണ്ട് സൈഡിൽ ഉണ്ടെങ്കിൽ ബാക്കി രണ്ടും ഓട്ടോ ക്രോസ് ആണ്, because otherwise it creates a junction. Yeah, it throws an error when you click there, but essentially auto cross ആണ്. So then 2 has to be this and this, number satisfy. അപ്പോൾ ഇവിടെ വരാൻ പാടില്ല. ഇവിടുന്ന് എങ്ങോട്ട് തിരിയാൻ പറ്റും? Down. താഴോട്ട് തിരിയാൻ പറ്റും. 3. Yes. 3-ൽ ബേസിക്കലി ഇത് ഇങ്ങോട്ട് മാത്രമേ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. 3 ടേൺ ചെയ്താൽ ഇങ്ങോട്ട് മാത്രമേ ടേൺ ആവുള്ളൂ. 3 നമ്പർ സാറ്റിസ്ഫൈ ആവുന്നുണ്ട്. പറഞ്ഞു. So row 6-ല് 3 റൈറ്റിലോട്ടായിരിക്കും. Yes. Right and towards down. മുകളിലോട്ടും റൈറ്റിലോട്ടും ഉണ്ട്. I don't know if it's 2 plus 1 or 1 plus 2 yet. Yeah. So far so good.
D3-യിലുള്ള അത് ലെഫ്റ്റിലോട്ട് ലൈൻ ഇടാൻ പറ്റും. ലെഫ്റ്റിലോട്ട് മാത്രമേ പോകാൻ പറ്റുള്ളൂ. കറക്റ്റ് ആണ്. അവിടെ നിന്ന് എങ്ങോട്ട് പോകും? ഡൗൺ. അങ്ങോട്ട് ഡൗണേ പോകത്തുള്ളൂ. ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ യു വിൽ ഹാവ് വൺ കോയിൽ that doesn't connect everything, separate coil വരും. So that doesn't work. It has to go down. Perfect. Once it goes down, അവിടെ നിന്ന് എങ്ങോട്ട് ടേൺ ചെയ്യും? റൈറ്റ്. റൈറ്റേ വരത്തുള്ളൂ. കാരണം ലെഫ്റ്റ് വന്നാൽ 1 + 1 2 എത്തുന്നുള്ള യു നീഡ്. ഇവിടെ 1 ഫിക്സ് ആയ സ്ഥിതിക്ക് ഇവിടെ 2 വേണം. 2 can only be on the right side, and after that you have to turn again. We're done. കണക്ട് ചെയ്താൽ മതി. F6-ല് 3 പോകും. യെസ്, കാരണം ഇത് മുകളിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യണം. ഇവിടെ കണക്ട് ചെയ്യണം, ഇവിടെ കണക്ട് ചെയ്യണം, ഇവിടെ കണക്ട് ചെയ്യണം. ദാറ്റ് ഇസ് ദ സൊല്യൂഷൻ. Is everyone okay with this? We have to do 5 puzzles today, right? Can I go straight to normal? Normal എടുക്കട്ടെ നേരെ, അതോ ഈസി ഒന്നുകൂടെ വേണോ ആർക്കെങ്കിലും? If anybody wants one more easy, just let me know. Anyone? Let's go normal. Bigger numbers, less numbers on the edges. എന്ത് ചെയ്യും? ഇവിടെ നമുക്ക് റോമൻ റൂളിനെ കുറച്ച് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. എടേ, ഡയറക്റ്റ് പ്ലേസ്മെന്റ് ഒന്ന് രണ്ടെണ്ണം പറയാൻ പറ്റും. 3 സ്ട്രൈറ്റ് ആയിട്ട്. A3-ല് സ്ട്രെയിറ്റ് വെക്കാൻ, വെർട്ടിക്കലി വെക്കാൻ പറ്റുള്ളൂ, ഹൊറിസോണ്ടലി വെക്കാൻ പറ്റില്ല. നെക്സ്റ്റ് വൺ ഇവിടെയാണോ അതോ ഇവിടെയാണോ നമുക്കറിയത്തില്ല. ബട്ട് വി ക്യാൻ ഫിഗർ ദറ്റ് ഔട്ട് ബൈ ദ virtue of the fact that this 8 is a very large number. I've mentioned this, അല്ലേ? Extremely large numbers and extremely small numbers are our friends. സാർ അത് താഴത്തേക്ക് കണക്ട് ചെയ്യാം. അതായത് A4 നിന്ന് A5-ലേക്ക് ഉണ്ടാവും. കാരണം താഴത്താണെങ്കിൽ ഉണ്ടാവണം, അല്ലെങ്കിൽ ആ 8-നെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റൂല. Yes, 8, just as I said, 8 is too large. നമ്മൾ ഇവിടെ നോക്കുവാണെങ്കിൽ 1 2 3 4 5 വരത്തുള്ളൂ. Maximum 5 here means minimum 3 vertically. Always think like that when it comes to something where എന്താണ് instead of is generally like equation versus inequation. നമുക്കറിയാം ടോട്ടൽ 8 ആണ്, ഇവിടെ 4 ആണെങ്കിൽ ഇവിടെ 4 ആണെന്ന് നമുക്കറിയാം. പക്ഷേ when you say less than or equal to 5 here, then that means greater than or equal to 3 here, and you cannot do greater than or equal to 3 downwards, അല്ലേ? at least 3 downwards കൊടുക്കാൻ സ്ഥലമില്ല, മുകളിലോട്ടേ സ്ഥലമുള്ളൂ. So that you have to connect, and when you connect that 3 satisfy ആവുന്നതുകൊണ്ട് നമ്മൾ പിന്നെ മുകളിലോട്ട് പോയ എറർ വരും. So you cross it, you can turn towards the right. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചേ? 8 കംപ്ലീറ്റ് ചെയ്യാം. Correct. Now we know it's exactly 3, so it has to be exactly 5. അവിടെ നിന്ന് എങ്ങോട്ടാ ടേൺ? മേളിലോട്ട്. Yes, perfect. What can you do now? 4 വരയ്ക്കാൻ പറ്റില്ലേ? 4-ൽ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും. നമുക്കറിയാം 90 ഡിഗ്രി ടേൺ ഉള്ളതുകൊണ്ട് ഒന്നെങ്കിൽ അത് ലെഫ്റ്റിൽ നിന്ന് വന്ന് താഴോട്ട് പോയിരിക്കും, അല്ലെങ്കിൽ റൈറ്റിൽ നിന്ന് വന്ന് താഴോട്ട് പോയിരിക്കും. റൈറ്റ്? റോമൻ റൂൾ വെച്ച് നമുക്ക് താഴോട്ടുണ്ടെന്ന് പറയാൻ പറ്റും. സർ C4-ലെ 2-നെ ഇൻഡയറക്റ്റ് പ്ലേസ് ചെയ്തുകൂടെ? യെസ്, 2 is now become unique. താഴെ ഇത് വന്നുകൊണ്ട് വെർട്ടിക്കലി കൊടുക്കാൻ പറ്റൂല, ഹൊറിസോണ്ടലി കൊടുക്കുക. We know it has to turn at both ends of that. So notice the other D3-ലെ ഒരു second. Notice the other thing that turns up here. 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it could be 2 + 1 or 1 + 2. So 2 is so small that it has to be exactly 1 + 1 on both sides. And then you know you have to turn on either side. I mean on both sides. Yes, അടുത്തെന്ന് പറഞ്ഞേ? D3-ലെ 2. D3 എക്സ്റ്റെൻഡ് ചെയ്യണം, അവിടെ ക്രോസ് കൊടുക്കാം. അവിടെ ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ എന്ന് എനിക്ക് അറിയത്തില്ല, സോ ഐ ആം ജസ്റ്റ് ഗോണ പുട്ട് എ ക്രോസ് എബവ്. ഇനി 3 എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും? എവിടെ സ്ഥലമുണ്ട്? 3 has to Down. yes, 3 has to be a 2 and a 1 in some order. ഇവിടെ 1 വരുള്ളൂ, ഇവിടെ 1 വരുള്ളൂ, ഇവിടെ 1 വരാൻ പറ്റുള്ളൂ, ഇവിടെ മാത്രമാണ് 2 വരാൻ പറ്റുന്നത്. So it has to be a 2 here. ഇവിടെ നിന്ന് ഇങ്ങോട്ട് എക്സിറ്റ് ഇങ്ങോട്ട് മാത്രമേ ഉള്ളൂ. And this has to turn
either left or right. This is pretty much done at this point. Sir, 3 right. 3 right. Reason? Then solution. Eh? അത് അല്ല ഞാൻ ചോദിക്കുന്ന 3 right. how did you determine that it is not left? ലെഫ്റ്റിലേക്ക് വന്നുള്ള പ്രോബ്ലം എന്താണ്? 4 ആവും. ലെഫ്റ്റിലേക്ക് വന്നാൽ മറ്റേത് കണക്ട് ചെയ്യാൻ പറ്റും. 4നെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. അവിടെ അല്ലെങ്കിൽ ലൂപ്പ് വേണ്ടി വരും. കറക്റ്റ് ആണ്. ഇവിടെ മാക്സിമം 2 ആണ്, which means horizontally minimum 2 ആണ്. മിനിമം 2 ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ അത് ബ്ലോക്ക് ആയി പോകും, എക്സിറ്റ് ഇല്ല. അതുകൊണ്ട് ഇങ്ങോട്ടാണ്, റൈറ്റ്? അതിന് പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ ഇങ്ങോട്ട് ആകെ ഒരു വഴിയേ ഉള്ളൂ, അത് ഇങ്ങോട്ട് കൊടുക്കുക, ഇങ്ങോട്ട് കൊടുക്കുക, ഇങ്ങോട്ട് കൊടുക്കുക. So that is how you have to explain it, right? We know it's like it's always good to be able to explain logically to yourself, because then you will not make mistakes. Okay, so that's 4. ഇനി എന്താ ചെയ്യാനുള്ളത്? ഇനി there's only one way to do this. ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാത്രമേ എക്സിറ്റ് ഉള്ളൂ. I suppose this would have been an easier explanation, le. Let me just think about it. Yeah. Oh, my question is why not this? Anyway, കുഴപ്പമില്ല. This is your 4, this is your 2, this is your 2, and we are done. Yes. കറങ്ങിക്കൊണ്ടിരിക്കുന്നുള്ളൂ. Yes. അപ്പോൾ ഇനി എന്താണ് ഷിങ്കോക്കി നമ്മൾ are we doing? You guys tell me. More of this or a higher level, or we're moving on to the next puzzle? Up to you guys. I don't even know. Tell me. നെക്സ്റ്റ് പസിൽ എടുക്കാൻ തോന്നുന്നുണ്ട് സാർ. ഇതില് ബാക്കിയുള്ളൊക്കെ സെയിം മോഡലാണ് ചെയ്യേണ്ടത്. കൂടുതലായിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നില്ല, എനിക്ക് ചെയ്തപ്പോൾ തോന്നിയില്ല. It's just bigger numbers അല്ലേ. സൈസ് കൂടുന്തോറും ഈ 8ന് വരെ വല്ല 10 12 വരും. Other than that, I don't think there's much of a difference. Cool. Then we'll go to Masyu. Masyu is like this in terms of turning and not turning, പക്ഷേ number ഇല്ല. There are other constraints given. Anything else that I need? Show grid. Let it be. Let that be there. Yes. How is it? എടാ ഇത് ഓരോ സൈറ്റ് സെപ്പറേറ്റ് സൂം ഔട്ട് ചെയ്യണോ? I see. So again, you have to turn on the black. You don't turn on the white. ബ്ലാക്കിൻ്റെ കേസിൽ ടേൺ ചെയ്ത് രണ്ട് സൈഡിലും മിനിമം 2 സ്റ്റെപ്പെങ്കിലും മൂവ് ചെയ്യണം എന്നാണ് പറയുന്നത്. മസ്റ്റ് ട്രാവൽ സ്ട്രേറ്റ് ത്രൂ ദ നെക്സ്റ്റ് ആൻഡ് പ്രീവിയസ് സെൽ. മിനിമം 2 സെല്ല് എങ്കിലും നമ്മൾ സ്ട്രേറ്റ് പോകണം. ഇവിടെ തന്നെ തിരിഞ്ഞു കഴിഞ്ഞാൽ എററാണ്. സോ ദാറ്റ്സ് വാട്ട് ബ്ലാക്സ് ഡു. വൈറ്റ് നേരെ തിരിച്ചാണ്. 2 സൈഡിലും 2 സ്റ്റെപ്പ് വരരുത്, വന്നാൽ മിസ്റ്റേക്കാണ്. ഒരു സൈഡിലുണ്ടെങ്കിൽ മറ്റേ സൈഡിൽ ടേൺ ചെയ്തേ പറ്റത്തുള്ളൂ. സോ പാസ് ത്രൂ ഓൺ ദ വൈറ്റ്സ്, ടേൺ ഓൺ ദ ബ്ലാക്സ്. ടേണിൻ്റെ അപ്പുറവും ഇപ്പുറവും മിനിമം 2 സ്റ്റെപ്സ് ഉണ്ടാവണം. 2 സ്റ്റെപ്സ് ഉണ്ടാവണം എന്നാണ് ബ്ലാക്കിൽ പറയുന്നത്, ഉണ്ടാവരുത് എന്നാണ് വൈറ്റിൽ പറയുന്നത്. Those are the rules. A different set of constraints instead of the numbers. Yes, how do you do this? Corners are a good place to start, അല്ലേ? കോർണർ ബ്ലാക്സ്. കോർണർ ബ്ലാക്സ് 2 കൊടുക്കാം. ഇതും ഇങ്ങോട്ട് 2 മാസം സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഇറ്റ് ഹാസ് ടു ബി ലെഫ്റ്റ് ആൻഡ് ഐ മീൻ റൈറ്റ് ആൻഡ് ഡൗൺ. ഇത്രയും കൊടുക്കാം. വാട്ട് നെക്സ്റ്റ്? എഡ്ജ് വൈറ്റ്. Edge white is a direct placement. Yes. Indirect placement വല്ലതും ഉണ്ടോ? E5 ബ്ലാക്ക്. E5 ബ്ലാക്ക് ഇവിടെയും വന്ന സ്ഥിതിക്ക് ഇനി നമുക്ക് നോ ഈവൻ ബിഫോർ ദാറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും 2 സ്റ്റെപ്പ് ഇല്ല. ഇത് ആക്ച്വലി ഡയറക്റ്റ് പ്ലേസ്മെന്റ്. 2 ഇങ്ങോട്ടും കൊടുക്കാൻ പറ്റത്തുള്ളൂ. വി നോ വി ഹാവ് ടു ടേൺ ഹിയർ. എങ്ങോട്ട് ടേൺ ചെയ്യും? വൈറ്റിലോട്ട്. ലെഫ്റ്റിലോട്ട് ടേൺ ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് റൈറ്റിലോട്ട് ഒരു സ്റ്റെപ്പേ പോകാൻ സ്ഥലമുള്ളൂ. സോ ദാറ്റ് മച്ച് ഇസ് ഡൺ. വാട്ട്സ് നെക്സ്റ്റ്? F3 F4 കണക്ട് ചെയ്തോളാം. യെസ്, ബിക്കോസ് there's no other way to go അല്ലേ. അവിടെ നിന്ന് പോകാൻ വേറെ വഴിയില്ല. ഇവിടെ അത് തന്നെയാണ് അവസ്ഥ, ഇങ്ങോട്ട് പോകാതെ വേറെ വഴിയില്ല. ആഫ്റ്റർ ദാറ്റ് A3 B3 കണക്ട്. ബിക്കോസ് ദാറ്റ്സ് ദി ഓൺലി എക്സിറ്റ് ഫോർ A3 അല്ലേ. മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഡെഡ് എൻഡ് ആണ്, ഇങ്ങോട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ.
പെട്ടെന്ന് തീർക്കടേ. ഇറ്റ്സ് ഡൺ. യു കാൺ കണക്ട് ദിസ്. ഇൻകംപ്ലീറ്റ് ലൂപ്പ്, ഐ മീൻ സിംഗിൾ ലൂപ്പ് വരുന്നില്ല. So then what's the only thing you can do with this point? മുകളിലോട്ട് പോയാൽ ഡെഡ് എൻഡ് ആണ്. താഴോട്ട് വന്ന് ലെഫ്റ്റ് അടിച്ച് എക്സിറ്റ് അടിക്കണം. So then it goes this way. Then the question is, where does this connect? It can only connect here, then this has to connect here. And that's the solution. Okay അല്ലേ? We'll do one more quickly and then we'll move on to the next level. പെട്ടെന്ന് പറഞ്ഞോ. കോർണേഴ്സ്. The problem with this is ഇത് രണ്ടും ആവും, അല്ലെങ്കിൽ രണ്ടും ആവും. റോമൻ റൂൾ വെച്ച് ഞാൻ ഇത് മാത്രം പറയുകയാണ്. പക്ഷെ അതിന് ഇമ്മീഡിയറ്റ് റെസൊല്യൂഷൻ ഉണ്ട്. അത് മുകൾക്കായിരിക്കും, കാരണം മുകളിലുള്ള വൈറ്റിനെയും കൂടി സാറ്റിസ്ഫൈ ഇങ്ങനെ മാത്രമേ പറ്റത്തുള്ളൂ. ആബ്സല്യൂട്ട്ലി റൈറ്റ്. ഇവിടെയും എഡ്ജ് വൈറ്റ് ആണ്, കണക്ട് ചെയ്യാം. B5 yes, corner, perfect. Sir, E4 white. E4 white ഹൊറിസോണ്ടലിലേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. What next? D4 D5 കണക്ട് ചെയ്യാം. അതേപോലെ C6. Got it. I understood what you're saying. D4 ന് വേറെ വഴിയുണ്ട്, പക്ഷേ D5 ന് എക്സിറ്റ് ഇങ്ങോട്ട് മാത്രമേ ഉള്ളൂ. Anything else would be a dead end. Similarly D6 ന് രണ്ടിനും അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രമേ എക്സിറ്റ് ഉള്ളൂ. Perfect. That should be correct. What next? A3 yeah, അങ്ങോട്ടേ പോകത്തുള്ളൂ. കറക്റ്റ് ആണ്. അവിടുന്ന് മുകളിലോട്ടേ പോകത്തുള്ളൂ, കാരണം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇൻകം ലൈക്ക് യൂണീക്ക് ലൂപ്പ് വരത്തില്ല. So it has to go above. So D1 D2 ലോട്ടല്ലേ പോകത്തുള്ളൂ? D1 D2 is correct, but you'll have to explain. Because white can't extend to a side. E1 ഉള്ളത് can't extend. No, it can extend to 2 or even more on one side. രണ്ട് സൈഡിലും 2 വന്നാലേ പ്രശ്നമുള്ളൂ. Okay. You can't have 2 on both sides. Must turn in the previous and or the next. Oh, അവിടെ and or is actually confusing. Or the next ആണ് പറയേണ്ടത്. സർ A2 B2ലേക്ക്, കാരണം B3 B2ലേക്ക് വന്നാൽ അപ്പൊ A2 കണക്ട് ചെയ്യാൻ പറ്റൂല. A2 B2ലേക്ക് വരണം, ബിക്കോസ് ഓൾട്ടർനേറ്റീവ് ആയിട്ട് നീ പറയുന്നത് B2 to B3 to B2 ആണ്. ഓക്കെ, സോ ദ ക്വസ്റ്റ്യൻ ഈസ്, ഇവിടെ ഒന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം, റൈറ്റ്? ബൈനറി പാർട്ടീഷൻ. യെസ്. അത് വേർട്ടിക്കലി കൊടുത്താൽ എന്താ പ്രശ്നം? യു വിൽ ഗെറ്റ് ഒറ്റ ലൂപ്പ് കിട്ടത്തില്ല. യു വിൽ ഗെറ്റ് എ ലൂപ്പ് കവറിങ് only some of the circles. Yes, this is an error. This is a contradiction, so this doesn't work. So it has to be horizontal. Horizontal വെച്ച് എന്ത് ചെയ്യേണ്ടി വരും? വീണ്ടും വൈറ്റ് ഉള്ളതുകൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും. Now it's basically done. ഇവിടുന്ന് എക്സിറ്റ് ഇങ്ങോട്ടേയുള്ള ഇത് നേരെ കൊടുക്കുക and you're done. Okay അല്ലേ? I'm gonna go to 8x8 normal directly. ഈസി ചെയ്യുന്ന വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. 407 days. It's been that long since I've taken this level. Yes, let me do the easy stuff. റോമൻ റൂൾ വെച്ച് ഇത് കൊടുക്കാൻ പറ്റും. ഈ സൈഡാണോ ഈ സൈഡാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇത്രയും ഡയറക്റ്റ് പ്ലേസ്മെന്റ്സ് ആണ്. ഡയറക്റ്റ് പ്ലേസ്മെന്റ് റോമൻ റൂൾ. It has opened up a couple of indirect placements. So B3 താഴോട്ട്. Yes, താഴോട്ടെന്ന് മാത്രമല്ല, താഴോട്ട് റൈറ്റും രണ്ടും പറയാം. റൈറ്റിലോട്ട്. റൈറ്റും താഴോട്ടും വരും. അപ്പം ഒബ്വിയസ്ലി B5 എത്തിയിട്ട് അങ്ങോട്ട് ടേൺ ചെയ്യും. Right. Also right, because you need 2 steps. ഈ സൈഡിൽ ഒരു സ്റ്റെപ്പേ ഉള്ളൂ. Yes. ഇനി എന്ത് ചെയ്യും? സോറി, E6ലുള്ള വൈറ്റ് സെൽ അത് ലെഫ്റ്റും റൈറ്റും ലൈൻ കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ കൊടുക്കാൻ പറ്റും.
ഈസിയാണ്, ട്രൈ ചെയ്താൽ മതി. ദ പ്രോബ്ലം ഇസ് മറ്റേതിൽ എറർ ഉണ്ടെന്ന് നീ പറയണം, ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം. C1 ഉള്ളതൊക്കെ കണക്ട് ചെയ്തോളൂ. അതേപോലെ H-ലുള്ളത് C1 connect ലെഫ്റ്റിക്ക് ചെയ്യണം നിർബന്ധമുണ്ടോടാ? പക്ഷെ ഇങ്ങനെ പൊക്കൂടെ? നിർബന്ധമില്ല. അതില്ലേ മറ്റേതിന് ആവശ്യമില്ല. നമുക്ക് ചെയ്യാന്ന് ഇത് കണക്ട് ചെയ്യാം, ഇത് എക്സ്റ്റെൻഡ് ചെയ്യാം. Because it cannot go anywhere else. ഇവിടം വരെ എക്സ്റ്റെൻഡ് ചെയ്യാം. ഇത് Sir, ഇങ്ങോട്ട് D6. Sorry. ഇറ്റ്സ് ഓക്കെ. യു ആർ സെയിങ് D6. യെസ്, D6 ബ്ലാക്ക് താഴോട്ട്. താഴോട്ട് വന്നേ പറ്റത്തുള്ളൂ. കാരണം എന്താണ്, മുകളിലോട്ട് പോകാൻ പറ്റത്തില്ല. ലൈക്ക് റിമെമ്പർ ദിസ് വേ, വൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ പ്യുവർ വെർട്ടിക്കൽ ഓർ പ്യുവർ ഹൊറിസോണ്ടൽ ആയിരിക്കും. ബ്ലാക്സ് വിൽ ഓൾവേസ് ഹാവ് വൺ വെർട്ടിക്കൽ സൈഡ് വിച്ച് ഇസ് എയ്തർ ദിസ് ഓർ ദിസ്, ആൻഡ് ദി അതർ ഹൊറിസോണ്ടൽ സൈഡ് വിച്ച് ഇസ് എയ്തർ ദിസ് ഓർ ദിസ്, റൈറ്റ്? അപ്പം നമുക്ക് വെർട്ടിക്കൽ സൈഡ് ഇവിടെ കൊടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഇങ്ങോട്ടാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ റോമൻ റൂൾ വെച്ച് ഒന്നെങ്കിൽ ഇങ്ങനെ വരാം അല്ലെങ്കിൽ ഇങ്ങനെ വരാം. So without finding which case is the correct case, you can say this part. The other part I don't know. Yes, I agree with that. 34 to go. What's next? ഇത്തിരി പാടാണല്ലേ ഇത്. 8 ഈസി ആയിരുന്നു. സോ താഴെ സിയിലെ വൈറ്റ് ഏറ്റവും താഴത്ത് കണക്ട് ചെയ്തു. കണക്ട് ചെയ്തുകൂടെ എന്ന് ചോദിച്ചാൽ why not turn it? There are other possibilities, right? Okay. That's the issue. So we have an assumption in place where we don't have a endana we have not clearly defined the partition before doing the assumption. This is how you get stuck, right? Sudoku ഒക്കെ ചെയ്യുമ്പോൾ I'm pretty sure everybody has experienced this. എവിടെയോ തെറ്റി, എപ്പോഴാ തെറ്റിയത്, എത്ര സെല്ല് മായ്ക്കണം എന്നറിയത്തില്ല. You've been there, right? At least before we started doing this, we've all been there. Proper ആയിട്ട് ലോജിക്ക് ചെയ്യാത്ത പറ്റുന്ന പ്രശ്നങ്ങളാണ്. We've not realized that we have taking one case out of an n case partition, and we have no idea where that partition happened. Prevent that. Okay, so what next? Sir, H1G1. H1G1, perfect. What next? Sir, റോ 3-ലുള്ള രണ്ട് വൈറ്റ്, ഫസ്റ്റത്തെ വൈറ്റില് E3-ലുള്ള വൈറ്റ് ഇറ്റ് വോണ്ട് കണ്ടിന്യൂ ടു റൈറ്റ്. It won't continue. Oh, nice catch, perfect. ഇവിടെ റൈറ്റിലോട്ട് ഒരെണ്ണം വെച്ചാൽ the assumption is this, it's horizontal on E3. അത് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യണം. ഇവിടെ ഒരു വൈറ്റ് ഉള്ളതുകൊണ്ട് ഇങ്ങോട്ടും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യണം. ഇവിടെ എറർ വരികയാണ് അല്ലേ? Yeah. Perfect. So horizontal on E3 led to a contradiction. It's a vertical on E3. As soon as you get that, what next? സർ E1-ല് വൈറ്റ് താഴോട്ടല്ലേ, ലെഫ്റ്റ് സൈഡ് താഴോട്ടല്ലേ? E1-ലെ വൈറ്റ് അല്ല സോറി, ലെഫ്റ്റ് അല്ല, അങ്ങോട്ട് പോകത്തില്ലല്ലോ, കാരണം അതിന്റെ അപ്പുറത്തുള്ള അങ്ങനെയല്ലേ അല്ല, വരിക? അത് ഒരു ബ്ലാക്കിന് സൈഡ് വന്ന കുഴപ്പമില്ല. ലൈക്ക് ഇവിടെ അമ്മ അത് വേർഡ് ചെയ്തിരിക്കുന്ന ചെറിയൊരു പ്രശ്നമുണ്ട്. ആൻഡ് ഓർ അല്ല, വെറും ഓർ ആണ്, റൈറ്റ്? ഒരു സൈഡിൽ 2 or more വരാം, മറ്റേ സൈഡിൽ ടേൺ ഉണ്ടെങ്കിൽ എറർ ഇല്ല. രണ്ട് സൈഡിലും 2 or more വരുമ്പോഴാണ് എറർ വരുന്നത്. ഞാൻ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിന്റെ ആ ലെഫ്റ്റ് സൈഡിലേക്ക് ഡിയിലേക്ക് കംപ്ലീറ്റ് ചെയ്യല്ലേ, കാരണം ബ്ലാക്ക് A1-ലെ ബ്ലാക്കിന് താഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതല്ലേ വരുവാ, പിന്നെ എവിടെ തിരിയുമെന്ന് ആക്ച്വലി ഇങ്ങനെ തിരിയുന്നുള്ളൂ. See, I'll tell you something really insane here. Let's come back to that. പക്ഷേ what people should be telling me right after this is that ഈ മൂന്നെണ്ണം വെർട്ടിക്കലായേ പറ്റത്തുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റൂല. ഇവിടെ ഹൊറിസോണ്ടൽ ആവാൻ പറ്റുമോ? അപ്പോൾ വെർട്ടിക്കൽ. ഇവിടെ ഹൊറിസോണ്ടൽ ആവാൻ പറ്റുമോ ഇനി? അപ്പോൾ വെർട്ടിക്കൽ. The fact that you're not telling this and you're doing all these other less obvious things is bothering me. So I'm just gonna put that down there. We'll come back to that. I'll tell you something very interesting about this. Let's exploit the fact that boards have a unique solution. Oh, actually you can't do that yet. ഇവിടെ ആവാം. I was thinking if this is right, then this is also right, leading to multiple solutions, therefore this is wrong. പക്ഷെ അതിലൊരു ചെറിയ പ്രശ്നമുണ്ട്. ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇത് മാത്രമേ റൈറ്റ് ആൻ പറ്റത്തുള്ളൂ. I got ahead of myself a little bit there, but let's go back to this thread now.
ഇനി എന്ത് ചെയ്യാം? ലൈക്ക് എവറിബഡി ഈസ് ഓക്കെ വിത്ത് ദിസ് എഫ് ആൻഡ് ജി 3 വൈറ്റ്സ്, റൈറ്റ്? ഗൈസ് ക്ലിയർ വിത്ത് ദാറ്റ്? പെർഫെക്റ്റ്. വാട്ട്സ് നെക്സ്റ്റ്? രണ്ട് വൈറ്റ് ഒന്നിച്ച് വന്നാൽ അപ്പുറവും ഇപ്പുറവും എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈ വൈറ്റിന് ഇവിടെ 2 ഓൾറെഡി ആയി, ഇവിടെ 2 വരാൻ പാടില്ല, ക്രോസ് ഇറ്റ്. ഈ വൈറ്റിന് ഇവിടെ 2 ആയി, താഴെ 1 ആയി, രണ്ടും കൂടെ വെച്ചാൽ പ്രശ്നമാണ്, ക്രോസ് ഇറ്റ്. Now what? Sir, G3 will be to H3. Why not this? Why Oh, not why not? this? Sorry, my bad. It's okay. F1 G1 കണക്ട് ചെയ്തോളൂ. F1 G1 ഇനി താഴോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങോട്ടേ ഉള്ളൂ. പെർഫെക്റ്റ്. This is probably correct, by the Then way. D1 We have to demonstrate it. Yeah, പറഞ്ഞു. D1. D1 താഴോട്ടേക്ക്. കാരണം വൈറ്റിന്റെ റൈറ്റ് സൈഡിൽ 2 വന്നു, ലെഫ്റ്റ് സൈഡിൽ 2 വരാൻ പാടില്ല. ഇറ്റ് ഹാസ് ടു ടേൺ ഡൗൺ. ഇനി C1 എക്സിറ്റ് താഴത്തോട്ട് അത് കണക്ട് ചെയ്യാൻ പറ്റും. താഴെ പോയി റൈറ്റ് അടിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. There is no other exit. Find things that are stuck. ഒരു എക്സിറ്റ് മാത്രമുള്ള പിടിച്ച് പ്രൊസീഡ് ചെയ്യുക. കുറേ ഉണ്ട് ഇവിടെ. One at a time. സർ, D6-ലെ ബ്ലാക്ക് റൈറ്റിലേക്കല്ലേ തിരിയത്തുള്ളൂ? I have a pathway here. ഓ, അത് ഞാൻ ശ്രദ്ധിച്ചില്ല. Yes. സർ H3 H3 എങ്ങോട്ട് പോകും? ലെഫ്റ്റിലോട്ട്. Are we sure? That way Oh, even see, let me think of an alternative. Oh, വരത്തില്ലല്ലേ, ക്ലോസ് ലൂപ്പ് വരല്ലേ. പെർഫെക്റ്റ്. H3 ലെഫ്റ്റിലോട്ട് പോകാതെ താഴോട്ട് പോയാൽ ഇവന്റെ 2 സൈഡും ഇങ്ങോട്ടേ കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ, ക്രിയേറ്റിംഗ് an error. That's a contradiction, therefore that is wrong. Perfect. So H3 cannot go down, H3 has to go left. Hopefully all of this is correct. Yes, പറഞ്ഞു. എന്താണ്? Sir, അപ്പോൾ H6 will be to down. ഗായത്രി Sir. E2 ന് വേറെ എക്സിറ്റ് ഇല്ല. പെർഫെക്റ്റ്. E2 F2 കണക്ട് ആവും. What next? After പറഞ്ഞു. H6-ന്റെ ബ്ലാക്ക് താഴോട്ടേ വരാൻ പറ്റത്തുള്ളൂ, മുകളിലോട്ട് പോയ എക്സിറ്റ് ഇല്ല. പെർഫെക്റ്റ്. ഓൾസോ D3 താഴോട്ട്. D3 ആ black താഴോട്ട് വന്നിട്ട് പിന്നെ റൈറ്റ് തിരിയണം. കാരണം ഫർദർ താഴോട്ട് പോയി കഴിഞ്ഞാൽ സെപ്പറേറ്റ് ലൂപ്പ് ആവും. താഴോട്ട് വന്ന് റൈറ്റ് പോകണം. യെസ്. സർ, H-ലെ ബ്ലാക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ലെഫ്റ്റിലേക്ക് 2 ലെഫ്റ്റിലേക്ക് 2 ഇല്ല, സോറി, അത് കഴിഞ്ഞല്ലേ. അയ്യോ, അത് ഇവിടെ ആ, ഇവിടെ ആ. 2 ഇവിടെ 2 ഉണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ടേ പോകാൻ ഇവിടുന്ന് ഒരെണ്ണം, ഇങ്ങോട്ടാണോ എന്ന് അറിയത്തില്ല. സർ D5 റൈറ്റിക്ക്. D5 റൈറ്റിലേക്കേ പോവാൻ പറ്റത്തുള്ളൂ. പെർഫെക്റ്റ്. അവിടുന്ന് താഴോട്ടേ പോകാൻ പറ്റുള്ളൂ, കാരണം അല്ലെങ്കിൽ സെപ്പറേറ്റ് ലൈക്ക് ഇൻകംപ്ലീറ്റ് ലൂപ്പ് വരും. സോ ദെൻ യു ഹാവ് ടു ഗോ 2 steps downwards. ഇതിനൊക്കെ മുമ്പ് G5 എങ്ങോട്ട് പോകുന്ന ആദ്യം അങ്ങ് പറഞ്ഞൂടെ പിള്ളേരെ? G5 G5 F5. There's no other exit. What about F6? F6 താഴോട്ട് വന്നിട്ട് സർ ലെഫ്റ്റിക്കല്ലേ പോകും. F7 നിന്ന് ലെഫ്റ്റിലേക്ക് പോകത്തുള്ളൂ, കാരണം താഴോട്ട് പോയി കഴിഞ്ഞാൽ ഈവൻ ബ്ലോക്ക് ആവും. The only way to exit is to create a small loop. So this is creating a contradiction. ഇങ്ങോട്ട് പോയാലും ഇവൻ ഇങ്ങോട്ടേ പോകത്തുള്ളൂ. സോ ബേസിക്കലി 3-sided പാർട്ടീഷൻ ആണ്. ഒന്നെങ്കിൽ ഇങ്ങോട്ട്, അല്ലെങ്കിൽ ഇങ്ങോട്ട്, അല്ലെങ്കിൽ ഇങ്ങോട്ട്. ഇവിടെ പോയാൽ ക്ലോസ് ആവും, ഇവിടെ പോയാൽ ക്ലോസ് ആവും. Right? So this is the only thing that works. Obviously this is going to connect all the way up till here. This is going to move 2 steps. Now you have to incorporate this part into this part. Trivial ആണ്. I'm just not gonna wait for you guys. കറങ്ങി വരേണ്ടി വരും. So that's the solution. Masi okay alle? Can we move on to the next one? Next one was Slitherlink.
സ്റ്റാറ്റ്സിൽ അത് ലൂപ്പ് എന്നാണ് കിടക്കുന്നത്. നെയിം ഇസ് ഡിഫറെൻറ്റ്. സോ you might not find it where you're expecting it on the stats page, in case anybody had trouble finding it. ഓ കറക്റ്റ് സ്ഥലത്താണ്, പക്ഷെ പേര് തെറ്റാണ്. അങ്ങനെ എന്തോ ആണ്. എവരുടെ കറക്റ്റ് ആക്കിയോ അവന്മാര്? ഓ ഇവിടെ ക്ലിക്ക് ചെയ്ത മുകളിലെ ഇല്ല സർ കാണുന്നുണ്ടായിരുന്നു. right. So basically whichever one you click stats from, that turns at the top and the rest is alphabetical. So then what happens is എവിടെ? I'm just gonna search for it. സർ ലൂപ്പ് എന്ന് Yeah, പറയുന്നത് it's in the correct position but it's named wrong. Anyway, doesn't matter. Let's move on to the actual puzzle. Zoom it in. Pin, auto, bot coordinates, night mode, highlights, auto crawls, gray out, highlight wrong. I don't know what this one does. Not sure. Coastlines? Nah, let that be. Use gray for filling. Oh, no. I think this is fine. യെസ്, ഇതിലും ഒരു ക്ലോസ് ലൂപ്പ് ആണ്. പക്ഷേ ദി ഐഡിയ ഈസ് വാട്ട് എവർ നമ്പർ യു ഹാവ് അത്രയും സൈഡിൽ കൂടെ നമ്മൾ കറങ്ങിപ്പോണം. ഈ സെല്ലിൽ C2 എന്ന് പറയുന്ന സെല്ലിൽ 3 ഉള്ളതുകൊണ്ട് ആ 3ൻ്റെ 4 സൈഡിലെ 3 സൈഡ് നമ്മൾ ഉപയോഗിക്കണം വൈൽ വി ആർ ക്രിയേറ്റിംഗ് അവർ സിംഗിൾ ക്ലോസ്ഡ് ലൂപ്പ്. 0 ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി സെറ്റ് ആവുന്ന പോലെയാണ്. 0 ആയതുകൊണ്ട് ഒരു സൈഡിലും വരാൻ പാടില്ല. ഓട്ടോമാറ്റിക്കലി റിമൂവ് ചെയ്യാനുള്ള സെറ്റിംഗ് ആണ് ഞാൻ ഓണാക്കി വെച്ചത്. ഗ്രേ ഔട്ട് കംപ്ലീറ്റഡ്, ഓട്ടോ ക്രോസ് ദ സൈഡ്സ് ഓഫ് കംപ്ലീറ്റഡ്. So anyway, എന്ത് ചെയ്യാൻ പറ്റും? C2 ആണ് ആദ്യം ചെയ്യേണ്ടത്. ഇത് 3 വരും. ഇവിടുന്ന് ഇങ്ങോട്ട് എക്സിറ്റ് ഉള്ള, ഇങ്ങോട്ട് എക്സിറ്റ് ഉള്ള. B1 2ക്ക് മേലത്തേക്ക് മാത്രമേ ഓപ്ഷൻ ഉള്ളൂ. What we can do, even though they've not auto removed it, ഇങ്ങോട്ട് വന്നാൽ ഡെഡ് എൻഡ് ആണ്. റിമൂവ് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്തങ്ങ് റിമൂവ് ചെയ്യുക. ഇങ്ങോട്ട് പോയാലും ഡെഡ് എൻഡ് ആണ് റിമൂവ് ചെയ്യുക. സോ ഇറ്റ് കൈൻഡ് ഓഫ് ബിക്കംസ് ഓബ്വിയസ് 2 ഇങ്ങോട്ടേ വരാൻ പറ്റുള്ളൂ. അവിടെ വന്നു കഴിഞ്ഞാൽ എക്സിറ്റ് ഇവിടം വരെ നമുക്ക് ഫിക്സ്ഡ് ആണ്. ഇവിടെയും 3 ആണ്, 3 എടുത്തേ പറ്റത്തുള്ളൂ. ഇങ്ങോട്ട് എക്സിറ്റും ഫിക്സ്ഡ് ആണ്, കാരണം ഇങ്ങോട്ട് പോയാൽ പ്രശ്നമാവും. ഇത്രയും നമുക്ക് പറയാൻ പറ്റും. Is everyone okay with this? Yes. What's next? A2 right ആണ്. Yes. In case you need extra assistance there, what you can do is ഇവിടെ ഓൾറെഡി 2 എണ്ണം വന്നു, ബാക്കി 2 റൈറ്റ് ക്ലിക്ക് ചെയ്ത് റിമൂവ് ചെയ്യുക. It's very obvious what happens. ഇവിടുന്ന് ഇങ്ങോട്ട് പോയേ പറ്റത്തുള്ളൂ. ഫർദർ പോയാൽ വീണ്ടും ജംഗ്ഷൻ വരും. So that's not what it is. It's here. Then left അടിക്കുക, താഴോട്ട് പോവുക. That's the only way to satisfy this. 3 A5 down, then right, then further right അല്ലേ? right. പിന്നെ further right. 1 already satisfy, further right. Now what? Straight. But explain. If it's not trivial, I'll ask you to explain. E5 വരെ പോവുകയാണെങ്കിൽ കോർണറിൽ നിന്ന് ചുറ്റി വരാൻ പറ്റും. 1 ടച്ച് ചെയ്യുള്ളൂ. But then the problem is you are saying you can do this. I need you to explain how you can't do anything else, right? You are saying this will satisfy the 2 and the 1. I am saying this will also satisfy. Oh, illale. I'm saying this will satisfy. Oh no, actually no. Let me think about it. What about this? Satisfies the 2 and the 1. Actually, it seems like that's the solution. No. Oh, അങ്ങനെ പോത്തില്ലല്ലേ. എവിടെയാണ് മറ്റേ എൻ്റെ? ഇവിടെയാണ്. Okay, anyway, it has to be clearly demonstrated. That's the point. Now I am doing the demonstration. Sir. You should do it. sir. പറഞ്ഞോ. C3 ലെഫ്റ്റ് റൈറ്റും വരില്ല, ഡൗണിൽ മാത്രമേ ലൈൻ വരുള്ളൂ. I was thinking the same thing. C3ന്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റും നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് റിമൂവ് ചെയ്യാം, കാരണം ഇവിടെ ഓൾറെഡി 2 വന്നു. Third one means it's a junction. That's a problem. Right click and remove it. Helps you proceed. ഇവിടെയും നമുക്ക് റിമൂവ് ചെയ്യാം, ജംഗ്ഷൻ വരാതെ ഇത് റിമൂവ് ചെയ്യാം. സോ നമുക്ക് ഈ 2 സാറ്റിസ്ഫൈ ആണെങ്കിൽ ഇവിടെ കൊടുക്കണം. ഇവിടുന്ന് എക്സിറ്റ് ഇങ്ങോട്ടേ ഉള്ളു, റൈറ്റ്?
സോ പാർട്ടീഷൻ ഒന്നും ചെയ്യാതെ പ്രൊസീഡ് ചെയ്യാൻ വഴിയുള്ളപ്പോൾ എന്തിന് നമ്മൾ പാർട്ടീഷൻ ചെയ്യുന്നു? ദാറ്റ്സ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, വാട്ട് നെക്സ്റ്റ്? ജംഗ്ഷനുള്ള എല്ലാം ഞാൻ റിമൂവ് ചെയ്യാണ് ജസ്റ്റ് മേക്ക് ഇറ്റ് ഈസി. ഇങ്ങോട്ട് ക്ലോസ് ചെയ്യാൻ പറ്റൂല. സർ അത് രണ്ടും റൈറ്റിക്ക് മൂന്നും യാ പറഞ്ഞ നേരത്തെ പറഞ്ഞ തന്നെയാണ് സാധനം, പക്ഷേ become so much easier once you remove a few things. കേസ് എടുക്കാതിരിക്കുക, മാക്സിമം കേസ് ഉള്ളിടത്ത് കേസ് ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുക. പാർട്ടീഷൻ ചെയ്യാതെ വേറെ വഴിയുണ്ടെങ്കിൽ പാർട്ടീഷൻ അവോയ്ഡ് ചെയ്യുക. So that's 5x5 normal. Are we doing one more or are we going to 5x5 hard? 9:15. We're on our third puzzle. We're making good time. Let's go hard. ഇതിലൊന്ന് റിമൂവ് ആയല്ലോ. ഓ, ഇത് ഇച്ചിരി ചടങ്ങാണല്ലേ. Kind of remember. Nothing got auto removed. പക്ഷെ നമുക്ക് കോർണർ 3-ൽ റോമൻ റൂൾ വെച്ചൊരു കളി കളിക്കാൻ പറ്റും. കോർണർ 3-ൽ ആ കോർണേഴ്സ് രണ്ടും കവർ ചെയ്യാൻ പറ്റും. പറ്റത്തുള്ളൂ. ബിക്കോസ് ദർ ഓൺലി 2 ways of satisfying the corner 3. ഒന്നെങ്കിൽ ഇങ്ങനെ പോകണം, അല്ലെങ്കിൽ ഇങ്ങനെ പോകണം. റൈറ്റ്? വേറൊന്നും നടക്കില്ല. ഒന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കും, എത്ര സ്റ്റെപ്പ് വരുമെന്ന് എനിക്കറിയാം, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും. രണ്ടിലും കോമൺ ആയിട്ടുള്ള ഔട്ട്കം ഇത്. ഇത്രയും നമുക്ക് കൊടുക്കാൻ പറ്റും. What do we do? പോയില്ലേ? What do we do after this? സർ A2-ലെ 1-ന്റെ റൈറ്റ് സൈഡും താഴത്തും ക്രോസ് ചെയ്യാൻ പറ്റും. ഇവിടെയോ? ആ യെസ് സർ. എക്സ്പ്ലെയിൻ. A1-ലെ 3 ഉണ്ടല്ലോ, അപ്പോ അതിലൊന്നെങ്കിൽ താഴത്താകാം. ഒന്നെങ്കിൽ ഇങ്ങോട്ട് വരണം, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരണം. ആ താഴത്താണ് വരുന്നതെങ്കിൽ ആ രണ്ട് ഭാഗം എന്തായാലും ക്രോസ് ആവും. ഇനി താഴത്തല്ല, ആ A1-ലെ 3-ലെ റൈറ്റ് സൈഡിലാണ് വരുന്നതെങ്കിൽ അതിന്റെ ലെഫ്റ്റ് സൈഡത്തെ ലൈന് താഴത്തൂടെ പോവാ. ഓ, പെർഫെക്റ്റ്. റോമൻ റൂൾ. സോ ഹീ സേയിങ് A1-ലെ തേർഡ് സ്ഥാനം ഇവിടെ വന്നാൽ ഇതും ഇതും പോവും. ദിസ് ആൻഡ് ദിസ് വിൽ ഡിസപ്പിയർ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവൻ ഇങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, കണ്ടിന്യൂ ചെയ്യുന്ന ഇങ്ങോട്ടേ ഉള്ളു. അഗൈൻ ഇത് രണ്ടും ഡിസപ്പിയർ ആവും. So either way, there are 2 cases in this partition. Both cases result in the same outcome, common outcome. Remove these 2. Perfect. What next? I don't remember this that much, to be honest. Will this result in a mistake? Yes. ഇവിടെ വന്നേ പറ്റത്തുള്ളൂ. I don't think that's that much useful because I assume the complement and you will end up with a closed loop. Is that okay? Everyone? Assumed that this is not dark and it led to a closed loop. It's a contradiction, so it has to be there. That is correct. I don't think we'll make progress that way. ഈ 1-3 extreme numbers വെച്ച് വല്ലതും ചെയ്യാൻ പറ്റുമോ? I don't know. Yeah, someone tell me something. സർ അതേപോലെ തന്നെ C5-ലുള്ളയും D5-ലുള്ളയും 3-ന്റെ അപ്പുറത്തും ഇപ്പുറത്തും ലൈൻ ഇട്ടൂടെ? C5 D5 ടൈം ഇപ്പുറവോ? ആ അതെ. അതില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആ രണ്ട് സൈഡും ഓപ്പൺ ആണെങ്കിൽ അവിടെ ഒരു ജംഗ്ഷൻ പോലെ വരൂലേ? Right. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ you are forced to put this and then junction ആയതുകൊണ്ട് ഇവിടെയും റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ 3 വരും. So what he is saying is the conclusion after my proof by contradiction is this. ഇവിടെ dark ആണ്. The way I am doing it is അതിന്റെ കോംപ്ലിമെന്റ് ഞാൻ assume ചെയ്തു. അതിന്റെ കോംപ്ലിമെന്റ് assume ചെയ്ത് കഴിഞ്ഞാൽ ഈ 3 സാറ്റിസ്ഫൈ ഇവിടെയും കൊടുക്കണം. ജംഗ്ഷൻ പ്രിവെന്റ് ഇത് റിമൂവ് ചെയ്യണം, creating an error. Is everyone following this?
യെസ്. അപ്പോൾ ഇതേ ലോജിക്ക് നമുക്ക് ഇപ്പുറത്തും അപ്ലൈ ചെയ്യാം. ഇവിടെ കൊടുത്താലും പ്രശ്നമാണ്. ഐ മീൻ ഇവിടെയും റിമൂവ് ചെയ്ത പ്രശ്നമാണ്. സെയിം ഇഷ്യൂ ആണ്, റൈറ്റ്? സോ അവിടെയും കൊടുത്തേ പറ്റത്തുള്ളൂ. I think that's safe to say. Now what happens is either going to be this or this. That's what it seems like. Yes? What a കൊടുത്താൽ we can do this. I'm trying to see if I'll get a contradiction. Not immediately. Okay, പറഞ്ഞു. സോ ഒരെണ്ണം പറഞ്ഞോട്ടെ, ഒരു ഡൗട്ടാണ്. അതായത് ഈ B5-ലുള്ള 3ന്റെ ആ റൈറ്റ് സൈഡിലുള്ള അവിടെ ഞാൻ പറഞ്ഞു D5 3 ആണോ? അല്ലല്ല, A5-ലെ 3. ഇപ്പോ C5-ലെ 3 കാണിച്ചല്ലോ, 2 പോസിബിലിറ്റീസ് കാണിച്ചല്ലോ, മുകളിലോ താഴെയോ വരാനോ. അപ്പൊ അങ്ങനെ വരുമ്പോ അതിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള 2 ബ്രാഞ്ചിലല്ലേ പോകത്തുള്ളൂ, ഒന്നെങ്കിൽ ആ ബ്രാഞ്ച് അല്ലെങ്കിൽ മുകളിലത്തെ ബ്രാഞ്ച്. അങ്ങനെ വരുമ്പോ മറ്റത് എന്തായാലും ഇല്ലല്ലോ. ഇങ്ങനെ കൊടുത്താൽ ഇത് ഇങ്ങോട്ട് കൊടുക്കണം, അത് അങ്ങോട്ട് കൊടുക്കണം. മറ്റു താഴെ കൊടുക്കുവാണെങ്കിൽ മുകളിലത്തെ ബ്രാഞ്ച് വരും. അപ്പൊ ഏതിന് 2 വരുന്ന സ്ഥിതിക്ക് അതില്ലല്ലോ. A5-ന്റെ റൈറ്റ് സൈഡില് ബ്രാഞ്ച് ഇല്ലല്ലോ, A5-ലെ 3ന്റെ റൈറ്റ് സൈഡിൽ ഇല്ലല്ലോ. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും. അല്ല, ഞാൻ അതില്ലെന്നാ ഞാൻ പറഞ്ഞു. ഇപ്പൊ കൊടുത്ത സാധനം you will have to clarify which case do you want. Do you want this case or 2 പോസിബിലിറ്റി, അതും മറ്റതും? are you saying some sort of Roman rule result ആണോ പറഞ്ഞു തരുന്നത്? റോമൻ റൂൾസ് ഇട്ടാ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പൊ അത് കൊടുക്കുവാണെങ്കിൽ നമുക്ക് താഴെ കൂടെ അല്ലേ വരുള്ളൂ, ഇവിടെ എങ്ങനെ വരണം? അവിടെ കൊടുക്കാൻ പറ്റുള്ളൂ. മറ്റത് കൊടുക്കുവാണെങ്കിലും മുകളിലത്തെ ബ്രാഞ്ചിൽ വരും. സെക്കൻഡ് പോസിബിലിറ്റി എടുക്കുമ്പോ സെക്കൻഡ് പോസിബിലിറ്റി ഇതാണ്, അപ്പൊ മുകളിലല്ലേ വരുമോ? ഇങ്ങനെയാണ്. അപ്പൊ അത് വരുമല്ലോ. അപ്പൊ ഇത് റിമൂവ് ചെയ്ത് ഇങ്ങോട്ട് പോവാം. പക്ഷെ നമുക്കൊരു പെട്ടെന്നൊരു കോൺട്രഡിക്ഷൻ കിട്ടുന്നില്ല. ഞാൻ വിചാരിച്ചത് കിട്ടിയില്ല. So I'm going to go with this. Let's see if we can get a, because ഇത് റിമൂവ് ചെയ്താൽ നമുക്ക് കുറച്ചുകൂടെ എക്സ്ട്രാ പ്ലേസ് ചെയ്യാൻ പറ്റും. I'm going to go with this case. Guys, 2 കേസാണുള്ളത്. ഒന്നെങ്കിൽ ഇവിടെ മുകളിൽ ഇവിടെ താഴെ, അല്ലെങ്കിൽ ഇവിടെ താഴെ ഇവിടെ മുകളിൽ. I'm going to go with whichever case helps me put down more stuff. So this is going to go this way. വേറെ വഴിയില്ല. ഇത് 3 സാറ്റിസ്ഫൈ ആണെങ്കിൽ ഇങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകാൻ പറ്റില്ല. 2ഉം സാറ്റിസ്ഫൈ ആയി. ഇനി ഈ 3ന് താഴോട്ട് പോയ ഡെഡ് എൻഡ് ആണ്, 1 എടുത്തേ പറ്റത്തുള്ളൂ. ഇത് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തേ പറ്റുള്ളൂ. ഇതും ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തേ പറ്റും. ഇത് പോയല്ലോ, ഓട്ടോ റിമൂവ് ഉള്ളതുകൊണ്ട് എളുപ്പമാണ്. ഇതും ഇങ്ങോട്ട് പോയാൽ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ചെറിയ ലൂപ്പാവും. ഇനി വേറെ എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഈ 3 നമുക്ക് പ്ലേസ് ചെയ്യാം. ആ 3ന്റെ എക്സിറ്റ് ഇവിടെയും ഇവിടെയും ഉണ്ട്. ഈ 2ന് ഓൾറെഡി എറർ വന്നില്ലേ? യെസ്, so that's the contradiction. We had to go a few steps. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചോദിക്കുക. ക്ലിയർ ആയവരൊക്കെ തംസ് അപ്പ് അടിക്കുക. So that case is wrong. There's probably a better way of doing this. Seems like too much work for the lowest board size, but I am not good at this one. So എവിടെ നമ്മൾ ചെയ്തത്, നമ്മൾ മുകളിൽ ഇട്ടപ്പോഴാണ് നമുക്ക് എറർ വന്നത്. നമുക്ക് തിരിച്ചിടാം. And instead of wasting time, I'm going to hit done now. യെസ്, കറക്റ്റ് ആണ്. അപ്പോൾ ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ജംഗ്ഷൻ വരാതെ ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് മുകളിലോട്ടേ വരാൻ പറ്റുള്ളൂ. ഇവന് എക്സിറ്റ് ഇങ്ങോട്ടേ വരാൻ പറ്റുള്ളൂ. ഇവൻ്റെ എക്സിറ്റ് ഇവിടം വരെ സെറ്റാണ്. ഇതൊക്കെ നമുക്ക് അപ്പം റിമൂവ് ചെയ്ത് പോവാം. മേക്സ് ഇറ്റ് ഈസിയർ ടു സീ തിങ്സ്. ഇനി എന്താണ്? വാട്ട് ഈസ് അവർ നെക്സ്റ്റ് സ്റ്റെപ്പ്?
A4 2ന്റെ മുകളില് 2ന്റെ മുകളിലോട്ടാണ് ഇവിടെ പിടിക്കണം. See, the issue is it could be like this, right? റൈറ്റ്. Possibilities ഉണ്ട് വേറെ. സാറേ ഞാൻ അടുത്തൊരു പാർട്ടീഷൻ പറഞ്ഞേ. പറ പറ. ഉറപ്പില്ല, 2 ചാൻസ് ആണ്. അതായത് A1-ലെ 3യും E1-ലെ 3ന്റെയും, അതായത് A1-ലെ 3ന്റെ റൈറ്റ് സൈഡിലും E1-ലെ 3ന്റെ ലെഫ്റ്റ് സൈഡിലും വരാൻ പറ്റൂല. രണ്ടും വരാൻ പറ്റൂല. ഇല്ലില്ല. വന്നാല് നടുവത്തെ C1-ത്തെ 2നെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റൂല. ഓ ജീനിയസ്. ഓ ഇത് രണ്ടും ഒന്നിച്ച് വന്നാൽ സെപ്പറേറ്റ്ലി അല്ല. അതന്നെ. ഒന്നിച്ചൊന്നല്ല, അവിടെ ഒരു പാർട്ടീഷൻ ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ the problem with that is, so one of them can happen, neither can happen, both cannot happen, right? അപ്പോൾ 3 കേസാണ്. we talked about this. A intersection B യിൽ കോൺട്രഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ, റൈറ്റ്? ഓക്കേ സർ, ഐ ഗെറ്റ് ഇറ്റ്. കോമ്പിനേഷൻ മാത്രം വർക്കില്ല പറയാൻ. അതെ അതെ. A intersection B റോങ് ആണെങ്കിൽ we still have 3 possibilities. ഇത് മാത്രമാണ് നമ്മൾ കോൺട്രഡിക്റ്റ് ചെയ്യുന്നത്. What can we do? I honestly don't know what to do here. നമുക്ക് ഏതെങ്കിലും ഒരു കേസ് എടുത്ത് പോവാം. Something that helps you put down more stuff. ഇവിടെ വെച്ചാൽ C4-ലെ 1 മേളില് മാത്രമേ ലൈൻ വരാൻ ഇനി സ്ഥലമുള്ളൂ. ഇവിടെ വന്ന എന്താ കുഴപ്പം? So we can go like this. We can go like this. 2 satisfy, 3 satisfy. സാറേ ലൂപ്പ് ആയില്ല അവിടെ താഴത്ത്? താഴത്തെ ക്ലോസ് ലൂപ്പ് ആയല്ലേ? ഓ പെർഫെക്റ്റ്. മൈ ബാഡ്. നമ്മൾ പറഞ്ഞത് എന്താ? യു ആർ സെയിങ് മോളിലാണ് വരേണ്ടത്. ഞാൻ പറഞ്ഞു ലെഫ്റ്റ് വെച്ചാൽ എന്ത് സംഭവിക്കും? ലെഫ്റ്റ് വെച്ചാൽ സബ്സെറ്റ് ചെറിയ ലൂപ്പായി. കറക്റ്റ്. ദാറ്റ്സ് എ കോൺട്രഡിക്ഷൻ. കാരണം ലെഫ്റ്റ് വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഒന്നും നമുക്ക് ഓപ്ഷൻ ഇല്ല. This is the only thing you can do, satisfying 3 and 2. This is an error. So left is wrong, top is correct. അങ്ങനെയാണെങ്കിൽ ഇത് ലെഫ്റ്റിലോട്ട് കണക്ഷൻ ആയിരിക്കും. ഇത് നമുക്ക് കണക്ട് ചെയ്യാം. Should be fine. It is fine. What next? A4-ലെ 2. A4-ലെ 2 ഇവിടെ വരില്ല. അപ്പോൾ ഇവിടെ വന്നേ പറ്റത്തുള്ളൂ. ഇവിടെ ജംഗ്ഷൻ ആയിരിക്കും. ഇത് ക്ലോസ് ചെയ്യാം. ഇവിടെ വന്നേ പറ്റുള്ളൂ. ഇവിടെ നിന്ന് ഇങ്ങോട്ടേ പോവുള്ളൂ. പെർഫെക്റ്റ്. ബാക്കി പറഞ്ഞു. A2-ലെ 1 മുകളിലേ വരാൻ പറ്റത്തുള്ളൂ. താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഡെഡ് എൻഡ് വരും. മുകളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്യാം, ഇതും എക്സ്റ്റെൻഡ് ചെയ്യാം. സാറ് പറഞ്ഞു. സാർ തൊട്ട് മുന്നേ പറഞ്ഞു മനസ്സിലായി. ഓക്കെ. A2 ആണോ? അതെ മനസ്സിലായി. ഓക്കെ. ഇവിടെ വന്ന് അപ്പൊ നമുക്ക് ഇത് ഇങ്ങോട്ട് കൊടുക്കാം. ഇവിടുന്ന് ഇങ്ങോട്ട് മാത്രമേ വഴിയുള്ളൂ. ഇവന്റെ എക്സിറ്റ് ഇവിടുന്നും ഇങ്ങോട്ട് വന്നിട്ട് ഫർദർ ഇങ്ങോട്ട് പോയാൽ പറ്റത്തുള്ളൂ. ഇങ്ങോട്ട് വന്നാലും ക്ലോസ് ലൂപ്പ് ആവും. റൈറ്റ്? ഇവിടം വരെ നമുക്ക് ഫിക്സ് ചെയ്യാം. യെസ്. ഇവിടെ ആകെ ഒരു വഴിയുള്ളൂ. അതും ഡണ്ണായി. ഇവിടെ ജംഗ്ഷനൊക്കെ നമ്മൾ അപ്പം വെട്ടിക്കളയുക. C2-ലെ 2 രണ്ട് വഴിയല്ലേ? C2-ലെ 2 C2-ലെ രണ്ടെണ്ണം ഓൾറെഡി പോയി. അപ്പൊ നമുക്ക് ഇത് ഇത്രയും കൊടുക്കാം അല്ലേ? പെർഫെക്റ്റ്. നീ ഇതങ്ങ് ഫിനിഷ് ചെയ്താൽ മതി. ഇവിടുന്ന് ഇങ്ങോട്ടേ വരത്തുള്ളൂ. കണക്ഷനായി. ഇവന്റെ 3 കംപ്ലീറ്റ് ആണ്. ഇങ്ങോട്ട് കൊടുക്കണം. ഇനി നമ്മൾ ഇത്രയും കണക്ട് ചെയ്താൽ തീരുമെന്ന് തോന്നുന്നു. യാ ഓക്കെ. ഇത്തിരി പണിയായിരുന്നു. കുഴപ്പമില്ലല്ലോ. ഇതിനി ഒന്നുകൂടെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബിഹൈൻഡ് ഷെഡ്യൂൾ ആവും. ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് വൺ. ഇനിയുള്ളത് ഹഷിയും പൈപ്സും അല്ലേ? ഹഷി ഈസ് പ്രെറ്റി സ്ട്രേറ്റ് ഫോർവേഡ്. ഹഷിയിൽ എന്താ പറയുന്നത്? ദീസ് ആർ ഐലൻഡ്സ് ആൻഡ് ദർ ആർ ബ്രിഡ്ജസ് ബിറ്റ്വീൻ ഐലൻഡ്സ്. ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഒന്നുകിൽ 1 ലൈൻ ആവാം, അല്ലേ 2 ലൈൻ ആവാം. റൈറ്റ്? പല പല മോഡ്സ് ഉണ്ട്. ലെഫ്റ്റ് ഒരു തവണ ക്ലിക്ക് ചെയ്ത 1 ആവും, ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത 2 ആവും, ഒന്നുകൂടെ ക്ലിക്ക് ചെയ്താൽ ക്യാൻസൽ ആവും. റൈറ്റ് ഡയറക്റ്റ് ക്ലിക്ക് ചെയ്താൽ
നോ ലൈനിൽ നിന്ന് 2 ലൈനിലേക്ക് പോകും, വീണ്ടും ക്ലിക്ക് ചെയ്താൽ 1 ലൈനിലേക്ക് പോകും, വീണ്ടും ക്ലിക്ക് ചെയ്താൽ 0ലേക്ക് പോകും. യു ഡു വാട്ട് എവർ യു വാണ്ട്. ബേസിക്കലി മിനിമം 0 lanes, maximum 2 lanes ആണ് from any point to any direction, right? So there are certain constraint situations where corner 4 will have to be 2+2. ഈ സെറ്റിങ്സ് ഒക്കെ യൂസ്ഫുൾ ആണ്. കറക്റ്റ് നമ്പർ വരുമ്പം ഗ്രേ ഔട്ടും സ്ട്രൈക്ക് ഓഫും രണ്ടും ഞാൻ കൊടുത്തിട്ടുണ്ട്. കണ്ടിന്യൂസ് ലൈക്ക് സെപ്പറേറ്റ് 2 ലൂപ്പായിട്ട് വരില്ല, ഒറ്റ ലൂപ്പ്. അത് ക്ലോസ്ഡ് ആവണമെന്നില്ല. മറ്റേതിലെ പോലെ ക്ലോസ്ഡ് ലൂപ്പ് എന്ന് പറയുന്നില്ല. It just says any island can be reached from any other island using these 1 or 2 lane bridges, right? A set of islands should not be completely isolated from another set of islands. Reachable ആയിരിക്കണം. And use 1 or 2 lanes, satisfy all the numbers. Those are the rules. Yes. So one direct placement is corner 4. 2+2 വെച്ചേ പറ്റത്തുള്ളൂ. കോർണർ എന്ന് പറഞ്ഞാൽ മുകളിലും ഇതും കോർണർ തന്നെയാണ്. ലെറ്റ് മീ സീ ഇഫ് യു ഹാവ് ബോർഡ് കോർഡിനേറ്റ്സ്. യെസ്, കോർണർ എന്ന് പറഞ്ഞാൽ ഡസൻ ഹാവ് ടു ബി കോർണർ ഓഫ് ദ ബോർഡ്. ഇറ്റ് ജസ്റ്റ് മീൻസ് ഈ സൈഡിലോട്ടും നമുക്ക് ബ്രിഡ്ജ് ഇടാൻ വേറെ ഐലൻഡ് ഇല്ല. ദാറ്റ്സ് ഇനഫ്. അപ്പോൾ ഇവിടെ ഈ 4ലും അഗൈൻ ഇങ്ങോട്ടും മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. സാറ്റിസ്ഫൈഡ്. വാട്ട് നെക്സ്റ്റ്? G7 to D7. G7 to D7 single lane. What next? F6ലെ 3ന് മുകളിലോട്ടും ലെഫ്റ്റിലോട്ടും ഒരു ലൈൻ കൊടുക്കാൻ പറ്റും. Yes. So it either has to be 2+1 or it has to be 1+2. At least one here and at least one here. And the beautiful thing about the site is അവർ ഇതിന് എറർ കാണിക്കത്തില്ല. Like if there are actually 2 lanes and you have drawn 1, they don't throw an error, which is very convenient. So you have at least one on both sides. Extra second one ഒന്നെങ്കിൽ ഇവിടെ ആവാം അല്ലെങ്കിൽ ഇവിടെ ആവാം. We don't know yet. What else can we do? Same thing in A1ലെ 3. A4ലെ 5ലും സെയിം സിറ്റുവേഷൻ ആണ്. It's either 1-2 or 2-1. ഒരെണ്ണം നമുക്ക് കൊടുക്കാൻ പറ്റും. What else? സർ D5ലെ 1 മോൾക്ക് മാത്രമേ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പെർഫെക്റ്റ്. ദാറ്റ് മീൻസ് ഈ 3ന്റെ ഈ സൈഡ് നമ്മൾ 1 ആണെന്ന് ഫിക്സ് ആയി. 4 സാറ്റിസ്ഫൈ ആയ സ്ഥിതിക്ക് 3ന്റെ റൈറ്റ് ഫിക്സ് ആയി. ഡൗൺ 2 ആയ പറ്റുള്ളൂ. F4ലെ 4 F4ലെ 4 ഇനി ഒരു വഴിയേ ഉള്ളൂ. ബിക്കോസ് ഇവിടെ ബ്ലോക്ക് ആയി കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് ഓപ്ഷൻ ഇല്ല. സോ ഇറ്റ് ഹാസ് ടു ബി 2+2. ഡൺ. C2ലെ C2 2 ഡബിൾ ലൈൻ. താഴെ ഓൾറെഡി ഒന്നായി സിംഗിൾ ലൈൻ. Satisfies everything. That is Hashi. Okay, Lede. I'm guessing easy should have been fine for everyone. Let's just jump straight to hard. Parno. Corner 4. Corner 4. Perfect. B7ലെ 1 റൈറ്റിലോട്ടും B7ലെ 1 റൈറ്റിലോട്ട് മാത്രമേ കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. മുകളിലൊന്നുമില്ല, ലെഫ്റ്റിലൊന്നുമില്ല. That's the only way. Perfect. C6ലും A6ലും റോമൻ റോഡ് വെച്ച് അപ്പുറത്ത് ഒരു ലൈൻ ഇടാം. C6ലും A6ലെ 2 3കളിൽ right. A6ലെ 3 it's either 2+1 or it's 1+2. 1 നമുക്ക് എന്തായാലും ഇടാം. The second one is either here or here. We don't know yet. Similar case with C6. ഇങ്ങോട്ട് കണക്ഷൻ ഇല്ല, ഇങ്ങോട്ടൊന്നും ഇല്ല. So it's either 1 horizontal 2 vertical or it's 2 horizontal 1 vertical. Doesn't matter. At least one to the left and to the north. What next? G5ലെ 1. G5ലെ 1 കണക്ട് ചെയ്യാൻ ഒരു സ്ഥലമേ ആകെയുള്ളൂ. ദാറ്റ് ഈസ് G3. അത് കൊടുക്കുക. 3 സാറ്റിസ്ഫൈ ആയി. F2ലെ 1 F2ലെ 1 താഴോട്ടോ ലെഫ്റ്റിലോട്ടോ കൊടുക്കാമല്ലോ. We don't know yet. സർ D1ലെ 4 താഴത്തേക്ക് ഒരു ലൈൻ ഉണ്ടാവും. Yes, explain. Perfect. A1ലെ 2
അവിടുന്ന് ആകെ ഒറ്റ ലൈൻ മാത്രമേ ഇങ്ങോട്ട് വരികയാണെങ്കിൽ വരുള്ളൂ. maximum one, right? Perfect. So the yes. thing is, this 2 already has a 1. It could be another lane here, we don't know. പക്ഷെ ഓൾറെഡി ഒന്നുള്ളത് കൊണ്ട് ഇങ്ങോട്ട് മാക്സിമം 1 പോകാൻ പറ്റത്തുള്ളൂ. സോ 4ന്റെ ലെഫ്റ്റിൽ നിന്ന് 4ൽ ടോട്ടൽ 4 ഉണ്ട്, 2 ഓൾറെഡി നോൺ ആണ്, ഇനി 2 മോർ ഉണ്ട്. ദിസ് 2 നോൺസ് ആൻഡ് 2 മോർ അൺനോൺ. ലെഫ്റ്റ് സൈഡ് മാക്സിമം 1 ആണെങ്കിൽ ബോട്ടം സൈഡ് മിനിമം 1 ആയിരിക്കണം. Everybody following this? At most 1 from the left, at least 1 towards the south. So that can be fixed. Which gives you indirect placements. Sir, F2 ലെ 1. F2 ലെ 1 താഴോട്ട് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. 1 സാറ്റിസ്ഫൈ ആയി, 2 സാറ്റിസ്ഫൈ ആണെങ്കിൽ ലെഫ്റ്റിലോട്ട്. left. Notice that the 3 has been satisfied, which means this 4 can now only be finished using ലെഫ്റ്റ് single lane to the left. സർ C2 ലെ 2. Double കൊടുത്തേ പറ്റുള്ളൂ, and one more left click here would solve the whole thing. Okay അല്ലേ? Do you want to do higher levels? I don't think it makes much of a difference difficulty wise. ചെയ്യണമെങ്കിൽ ചെയ്യാം. 9:35. Let's do one of these. Yes. Go for direct placements first. സർ A3 5-ന് 3 സൈഡിൽ ഓരോന്ന്, അതേപോലെ തന്നെ A7 5-ന് 3 സൈഡിൽ ഓരോന്ന്. You're partially correct. A3 actually uniquely placeable ആണ്. ഇവിടെ 1 അല്ലേ ഉള്ളൂ. 3 സൈഡ് ഓരോ അതെ, അവിടെ 1 ഉള്ളൂ. ഇവിടെ 1 അപ്പൊ 1 2 2. Yes, it has to be 1 2 2. That's the only way to hit the 5 maximum. Okay. Now what you are saying about this 5 was, ഞാൻ ഒന്ന് just remove ചെയ്യാം. The idea is that it has to be 1 plus 2 plus 2 or 2 plus 1 plus 2 or 2 plus 2 plus 1. 3 സൈഡ് ഉപയോഗിച്ചാലേ 5 എത്താൻ പറ്റുള്ളൂ. ഏത് സൈഡിലാണ് സിംഗിൾ ലൈൻ ഉള്ളതെന്ന് അറിയത്തില്ല, പക്ഷെ എല്ലാ സൈഡിലും അറ്റ്ലീസ്റ്റ് 1 ലൈൻ ഉണ്ടെന്ന് നമുക്കറിയാം. That's what you were saying. Is everyone following? Yes. Now but regarding A3, because this side is already limited to 1, ബാക്കി രണ്ടും 2 ആണെന്ന് പറയാൻ പറ്റും. ഇവിടെ it's now either 2 plus 1 or 1 plus 2. We don't know which one yet. Direct placement വേറെ ഉണ്ട്. J1 has to be, പറഞ്ഞോ, 1 each. 1 each തന്നെ ആണോ നിർബന്ധമുണ്ടോ? ആക്ച്വലി ഉണ്ട്, because of with these ones. J8 ഉള്ളു. Yes. See, okay, correct ആണ്. ഇത് 1 each ആയേ പറ്റത്തുള്ളൂ, കാരണം ഇവിടെ 2 കൊടുത്താൽ ഇവന്മാരെ കംപ്ലീറ്റ്ലി ഐസൊലേറ്റഡ് ആവും. Everyone, is it fine? Yes. ഇവിടെ 2 കൊടുത്താൽ ഇവന്റെ 2 ഇവിടെ 1 ഇവിടെ 1 കൊടുത്തേ പറ്റത്തുള്ളൂ, ഇവന്മാര് കംപ്ലീറ്റ്ലി ഐസൊലേറ്റഡ് ആവും. So a 2-0 split is problematic, a 0-2 split is also problematic. The only one that's not problematic is 1-1. But why are we doing partition when we have a direct placement like this here? A9 2 മോൾക്കനി A9, yeah, now that we have this, ഇവിടെ നിന്ന് ഇങ്ങോട്ട് കണക്ഷൻ ഇല്ല, A9 2 ആണ്. So we know it's a 2-1-2. Is everybody okay with this? Wait, we'll come to that. ഇത് കഴിഞ്ഞു, ടോപ്പ് റൈറ്റ് കോർണർ കഴിഞ്ഞു. I was talking about this thing. ഇത് ഡയറക്റ്റ് പ്ലേസ്മെന്റ് ആണ്, കാരണം ഇവിടെ 1ഉം ഇവിടെ 2ഉം കൊടുക്കാവുന്ന മാക്സിമം കൊടുത്താലേ തീരുമാനമാകത്തുള്ളൂ. And then this 2 becomes isolated from this 2, so it has to be this way. Is everyone okay till here? I have one more inference to give after this. Everyone? Perfect. Now ഈ 6ൽ ഒരു 1 കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ 1ഉം ഗ്രേ ഔട്ടും ആയി കഴിഞ്ഞു, ഇവിടെ 2 ആക്കാൻ പറ്റത്തില്ല. എന്ത് ചെയ്യാൻ പറ്റും?
മൂന്ന് സൈഡിലേക്ക് ഓരോന്ന്. മൂന്ന് സൈഡിലേക്ക് ഓരോന്ന് കൊടുത്തേ പറ്റത്തുള്ളൂ. കാരണം ഈ ലൈക്ക് ഇമാജിൻ എനി വൺ സൈഡ്, ഈ സൈഡ് ഉപയോഗിക്കാതെ നമുക്ക് മാക്സിമം എത്ര എത്താൻ പറ്റും? 1 + 2 + 2 5 എത്താൻ പറ്റത്തുള്ളൂ. ഈ സൈഡ് ഉപയോഗിച്ചില്ലെങ്കിൽ മാക്സിമം 1 + 2 + 2 5 എത്താൻ പറ്റത്തുള്ളൂ. സോ as soon as you get a 1 on a 6 like this and the 1 is grayed out from the other side, right, you can say ബാക്കി എല്ലാം കണക്ഷൻ ഉണ്ട്. സിംഗിൾ ലൈൻ ആണോ ഡബിൾ ലൈൻ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ കണക്ഷൻ ഉണ്ടായേ പറ്റത്തുള്ളൂ. ഇല്ലാതെ നമുക്ക് 6 ഹിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. everyone okay with the logic? yes. what next? 6ന്റെ താഴോട്ട് ഡബിൾ. 6ന്റെ താഴോട്ട് ഡബിൾ ആണ്, കാരണം 2ന് മറ്റേ സൈഡിൽ ഒന്നുമില്ല, ഫ്രീ ആണ്. ഇത് ഡബിൾ ആണ്. സർ D1-ല് 3-ലേക്കല്ലേ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ? ദാറ്റ്സ് ദി ഓൺലി വേ, റൈറ്റ്? ഇവിടെ ബ്ലോക്ക് ആയി. ഇവിടെ ഒന്നും ഇല്ലായിരുന്നല്ലേലും. ഇത് H1-ലേക്ക് ജോയിൻ ചെയ്യും. കറക്റ്റ് ആണ്. രണ്ട് സൈഡും ഗ്രേഡ് ഔട്ട് ആയ സ്ഥിതിക്ക് പറഞ്ഞു. G3 ലെഫ്റ്റ്, കാരണം താഴത്തേക്കാണെങ്കിൽ അത് ബാക്കിയുള്ളത് കണക്ട് ചെയ്യാൻ പറ്റില്ല. യെസ്. 1-1 ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം, അത് തമ്മിൽ കണക്ട് ചെയ്താൽ ബാക്കി സാധനങ്ങളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. സോ G3 has to be left. G5 also has to be left, right? വേറെ വഴിയില്ലല്ലോ. അപ്പൊ ഈ സൈഡ് ഗ്രേഡ് ഔട്ട് ആയ സ്ഥിതിക്ക് ഇവിടെ നമുക്ക് ഡബിൾ കൊടുക്കാം. 6 ഗ്രേ ഔട്ട് ആയി. ഈ 6-ൽ പറഞ്ഞ അതേ ലോജിക്ക് 4-ൽ ഒരു 1 കിട്ടി, ഒരു സൈഡിൽ ഒന്നും ഇല്ല, ഈ 1 ഗ്രേഡ് ഔട്ട് ആയി. H1 എന്ന് താഴോട്ട്. കറക്റ്റ്. ബിക്കോസ് രണ്ട് സൈഡും ഗ്രേഡ് ഔട്ട് ആയി. ഇനി ഒരു 3 സാറ്റിസ്ഫൈഡ് താഴോട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. നൗ യു ആർ ഗെറ്റിംഗ് എ ഗ്രേ സിംഗിൾ ലൈൻ. അങ്ങനെയാണെങ്കിൽ ഈ 4 കംപ്ലീറ്റ് ചെയ്യാൻ താഴോട്ട് ഡബിൾ ലൈൻ കൊടുത്തേ പറ്റുള്ളൂ. we're almost done. ഈ 1 ഇങ്ങോട്ട് മാത്രമേ ഉള്ളൂ, 2 ഇങ്ങോട്ടേ ഉള്ളൂ. 2 + 1 കഴിഞ്ഞാൽ പിന്നെ 2 കൂടെ കൊടുക്കണം. ഈ 1 2 കൊടുത്തു കഴിഞ്ഞാൽ everything is connected. yes. 940. let's move on to pipes. പൈപ്സിൽ കുറച്ച് നല്ല യൂസ്ഫുൾ സെറ്റിങ്സ് ഒക്കെ ഉണ്ട്. ലോങ് പ്രസ് ഫോർ പിൻ ഭയങ്കര യൂസ്ഫുൾ ആണ്. ലോങ് പ്രസ് വിഷ്വലൈസ് control. I'm just going to do control is easier. flood from current cell വേണ്ട, flood from the source മതി. I think this should be enough. I don't think any of those other things make sense. Okay, so basically pipes എന്താ പറയുന്നത്, ഇവിടുന്ന് എല്ലാ സെല്ലിലും വെള്ളം എത്തിക്കണം എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇങ്ങനെ തുറന്നിരിക്കരുത്. തുറന്നിരിക്കുന്ന എലമ്പാണ്, ബിക്കോസ് ഇറ്റ് വിൽ ഫ്ലോ ഔട്ട് ഫ്രം ദെയർ. കംപ്ലീറ്റ്ലി പ്രോപ്പർ കണക്റ്റഡ് ആയിരിക്കണം, സിംഗിൾ ലൂപ്പ് ആയിരിക്കണം. എക്സിറ്റ്സ് ഉണ്ടാവാം, ഡെഡ് എൻഡ്സ് ഉണ്ടാവാം, ബൾബ് ആയിരിക്കും. ബൾബ് അല്ലാതെ തുറന്നെടുത്ത് ഡെഡ് എൻഡ് ഉണ്ടാവരുത്. ദീസ് ആർ ദ റൂൾസ്. എന്താണ് നമ്മുടെ സ്ട്രാറ്റജീസ്? corners ഒക്കെ ക്ലോസ് ചെയ്യണ്ട. shape 3. yes. let's define some shapes. we have a T shape, we have an L shape, and we have an I shape, right? സർ A2 vertical ആയിരിക്കണം. A2 yes, that's what I was going to. I shape എഡ്ജിൽ വന്നു കഴിഞ്ഞാൽ, ഐയും ടിയും രണ്ടും എഡ്ജിൽ വന്നാൽ എളുപ്പമാണ്, യുണീക്ലി പ്ലേസബിൾ ആണ്. ഐ എഡ്ജിൽ വന്നാൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഓവർഫ്ലോ ആണ്, റൈറ്റ്? ഇറ്റ് ഫ്ലോസ് ഔട്ട്, സോ ഇറ്റ് ഹാസ് ടു ബി വെർട്ടിക്കൽ. വി നോ ദിസ് ഫോർ ഷുവർ. ഷുവറായിട്ടുള്ള സാധനങ്ങൾ കൺട്രോൾ ക്ലിക്ക് ചെയ്യുക, മൊബൈലിലാണെങ്കിൽ ലോങ് പ്രസ്, അത് ഗ്രേ ഔട്ട് ചെയ്യുക. ഗ്രേ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോക്ക് ആവും, പിന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അനങ്ങില്ല. തിരിച്ച് അൺലോക്ക് ചെയ്താലേ അനക്കാൻ പറ്റുള്ളൂ. സോ ദ വൺസ് യു ആർ ഷുവർ ഓഫ്, യു ജസ്റ്റ് ലോക്ക്. എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ലോക്ക് ചെയ്ത സാധനങ്ങൾ മാത്രമേ ഡൺ അടിച്ച കറക്റ്റാണോ അല്ലെന്ന് അവർ ചെക്ക് ചെയ്യത്തുള്ളൂ. That's how I understand it. Give me a second. Yeah, let me just check that. Error. ലോക്ക് ചെയ്ത് മാത്രമേ അവർ ചെക്ക് ചെയ്യുന്നുള്ളൂ ഡൺ അടിക്കുമ്പോൾ. യെസ്. വാട്ട് എൽസ് പറഞ്ഞു? A3 റൈറ്റിലോട്ട് ഇൻവേർഷൻ. A3 വെർട്ടിക്കൽ. കറക്റ്റ്. 3 സൈഡ്സ് ഉണ്ട്, അത് ഈ സൈഡ് വെച്ച് ബാക്കി 3 സൈഡും വരുന്ന പോലെ കണക്ട് ചെയ്യുക. ദിസ് ഷുഡ് ബി കറക്റ്റ്. യു ക്യാൻ പ്ലേസ് ദിസ് ഹിയർ. വാട്ട്സ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? ഇവിടുന്ന് എങ്ങോട്ട് കണക്ട് ചെയ്യാൻ പറ്റും? ഇങ്ങോട്ട് മാത്രമേ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ, അത് ഫിക്സ് ചെയ്യാം. ഡിറ്റോ ഫോർ A4.
സർ A4-ഉം D1-ഉം. A4-ഉം അതുപോലെ നമ്മൾ ഇങ്ങോട്ട് കണക്ട് ചെയ്തേ പറ്റുള്ളൂ. D1-ൽ എന്താ സംഭവിക്കുക? അത് താഴോട്ട് കൊടുക്കാൻ പറ്റില്ല, കാരണം താഴോട്ട് കണക്ട് ചെയ്താൽ that will be a separate smaller loop, so it has to connect to the left. B1 vertical. B1 we must first talk about B2. A2 ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് B2 vertically ആകാൻ പറ്റത്തുള്ളൂ, horizontal ആകാൻ പറ്റില്ല. And now that we have B2, we have to say B1 has to be pointing south. Should be fine. പൈപ്സ് നോർമലി വലിയ സീനില്ല, റാപ്പ് വരുമ്പോഴാണ് അലമ്പാവുന്നത്. ഇനി എന്ത് ചെയ്യാൻ പറ്റും? D2 എങ്ങോട്ടാണ്? Opposite. Vertical opposite. Again, let's first talk about D3. D3 is a T on an edge. Already correctly oriented ആണ്. വേറെ എങ്ങനെ ഓറിയന്റ് ചെയ്താലും ഇങ്ങോട്ട് വന്ന് കിടക്കും, തുറന്ന് കിടക്കും. That's not allowed, right? This is already in its correct orientation. Let's lock it first. Now ഇതിൻ്റെ നോർത്ത് സൈഡ് ഓർ അപ്പ് സൈഡ് കറക്റ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങോട്ട് വെച്ചേ പറ്റുള്ളൂ. Then let's lock it. അതിൻ്റെ സൗത്തും ഓൾറെഡി കറക്റ്റ് ആണ്. ലോക്ക് എന്താണ്? C1 ഓ? Yes, sir. C1, notice that there are 4 orientations. These 2 are automatically rejected, right? ഇതും ഓട്ടോമാറ്റിക്കലി റിജക്റ്റ് ആണ്, മുകളിലോട്ടൊന്നും പാടില്ല. പിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാത്രമാണ്. The only way to connect to D1, otherwise it's disconnected. So this is the only thing that works. So that can be locked. That means this can be locked. Sir, C4-ഉം B4-ഉം. C4 B4 തമ്മിൽ കണക്ഷൻ ആണോ? Let's look at the possibilities. ഇതിന് പ്രശ്നമുണ്ട്, ബിക്കോസ് ഇവിടെ തുറന്നിരിക്കുകയാണ്. ഇതിനും പ്രശ്നമുണ്ട്, ഇവിടെ തുറന്നിരിക്കുകയാണ്. ഇതിനും പ്രശ്നമുണ്ട്, താഴോട്ട് തുറന്നിരിക്കുകയാണ്. This is the only orientation that works. Let's close it. അങ്ങോട്ട് കണക്ട് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ഇത് വെക്കണം, ഓർ ഇത് വെച്ച് താഴോട്ട് കൊടുക്കണം, which is a problem. So this is the one that's correct. The reason there's an error is because the other ones are incorrect. അത് കറക്റ്റ് ചെയ്തെടുക്കുക. എങ്ങോട്ട് വരണം? താഴോട്ട് ഓൾറെഡി ഉണ്ടെന്നറിയാം, നമ്മൾ ലോക്ക് ചെയ്ത് മാത്രം ഫോക്കസ് ചെയ്യുക. താഴോട്ടുണ്ടെന്നറിയാം, ലെഫ്റ്റിലോട്ടുണ്ടെന്നറിയാം, മുകളിലോട്ടുണ്ടെന്നറിയാം. സോ ദെൻ ദിസ് ഇസ് ദ റൈറ്റ് ഓറിയൻറ്റേഷൻ. ഇവിടെയും ലെഫ്റ്റ് മാത്രമാണ് ഇല്ലാത്തത്, ബാക്കി മൂന്നും ഉണ്ട്. റൊട്ടേറ്റ് അണ്ടിൽ യു ഗെറ്റ് ടു ദറ്റ് പോയിന്റ് ആൻഡ് ദാറ്റ്സ് യുവർ സൊല്യൂഷൻ. ഓക്കെ അല്ലേ? ഡു വി നീഡ് ടു ഡു മോർ റെഗുലർ പൈപ്സ്? റെഗുലർ പൈപ്സ് എല്ലാവർക്കും കിട്ടിക്കണം. കിട്ടാത്തവരുണ്ട്, ഫർദർ ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലെറ്റ് മീ നോ നൗ. Okay, let's look at the wrap. Wrap is complicated because these are all teleporters. ഇവിടുന്ന് വെള്ളം നേരെ ഇങ്ങോട്ട് പോകും, ഇവിടുന്ന് ഇങ്ങോട്ട് പോകും. So that makes things a little more complicated. What are your strategies? What's your starting strategy? Sir, B1. B1 എന്ത് ചെയ്യാൻ പറ്റും? മേളിലോട്ട് വെർട്ടിക്കൽ. മേളിലോട്ട് പോയിന്റ് ചെയ്യണോ? ലെഫ്റ്റിലോട്ട് പോയിന്റ് ചെയ്യാൻ പറ്റത്തില്ല, വേറെ ബൾബാണ്. താഴോട്ട് പോയിന്റ് ചെയ്യാൻ പറ്റില്ല, വേറെ ബൾബാണ്. വൈ നോട്ട് റൈറ്റ്? C2. C3. C3 എങ്ങോട്ടാണ്? ലെഫ്റ്റിലോട്ട്. ലെഫ്റ്റിലോട്ടും രണ്ട് വെർട്ടിക്കലും ആണോ? ഇതാണോ ഉദ്ദേശിക്കുന്നത്? ഇതൊക്കെ എന്താണ് ഇതിന്റെ ജസ്റ്റിഫിക്കേഷൻ? അതും കൂടെ പറഞ്ഞു. ചുമ്മാ അങ്ങ് പറഞ്ഞു. C2-നെ കോമ്പൻസേറ്റ് ചെയ്യാൻ. പക്ഷെ സീറ്റ് കറക്റ്റ് നമുക്ക് അറിയത്തില്ലല്ലോ. സർ B1 മേലേക്ക് പോവുള്ളൂ, ബിക്കോസ് D1 A1 ടെലിപ്പോർട്ട് ആവില്ലേ വാട്ടർ? സർ B1 മുകളിലോട്ടേ പോകത്തുള്ളൂ എന്നാണ് ക്ലെയിം, ആണോ? Let's talk about the possibilities. ലെഫ്റ്റ് പോകത്തില്ല, വേറെ ബൾബ് ഉണ്ട്. ഡൗൺ പോകത്തില്ല. സോ വി ലെഫ്റ്റ് വിത്ത് either up or right. റൈറ്റിലെ പ്രശ്നം എന്താന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. D1 പൈപ്പ് കണക്ട് ആവുന്നെങ്കിൽ ഇങ്ങനെ രണ്ട് രീതി കണക്ട് ചെയ്യാൻ പറ്റും.
സി B1 ഇവിടെ വെച്ചാൽ C1 സർ A1 പൈപ്പിലേക്ക് കണക്ട് ആവാൻ പറ്റില്ല. D1 A1 ഇതിലേക്ക് വെള്ളം യു കിട്ടില്ല. ആർ കറക്റ്റ്. പക്ഷേ നമ്മളെല്ലാം ഉൾട്ടായിട്ടാണ് പറയുന്നത്. ഇവിടത്തെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് A1 ആണ്. ലെറ്റ് സ്റ്റാർട്ട് അറ്റ് A1. A1 താഴോട്ട് പോയാൽ ബൾബാണ്, റൈറ്റിലോട്ട് പോയാൽ ബൾബാണ്, മുകളിലോട്ട് പോയാൽ ബൾബാണ്. A1 ലെഫ്റ്റിലോട്ടേ പോകാൻ പറ്റുള്ളൂ. അത് ആദ്യം ഫിക്സ് ചെയ്യണം. യു ഹാവ് ടു എക്സ്പ്ലെയിൻ ദാറ്റ് ഫസ്റ്റ് ബിഫോർ വി പ്രൊസീഡ്. എവരിവൺ? Yes, sir. യെസ്. ഫൈൻഡ് ദ തിങ് ദാറ്റ് ഹാസ് ദാറ്റ് എന്താണ് n-1 കേസ് കോൺട്രഡിക്റ്റ് ആവുന്ന സാധനം ഇവിടെ ഇരിക്കുകയാണ്. അതാരും ശ്രദ്ധിക്കണില്ല. റൈറ്റ്? ഇസ് ദർ എനിത്തിങ് എൽസ് ലൈക്ക് ദാറ്റ്? I don't know. So anyway, A1 is fixed. Hope everybody agrees with A1. ഇനി എന്ത് ചെയ്യാൻ പറ്റും? D1. Yeah, you are talking Open about on. B1. You are saying it is not right, it has to be upwards. Right പോയാലുള്ള കോൺട്രഡിക്ഷൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. I didn't see it yet. This is my assumption. ഇത് ഇങ്ങനെയാണെങ്കിൽ ഇത് ഇങ്ങനെ ആയേ പറ്റത്തുള്ളൂ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയാൽ it can either turn ക്ലോസ് ലൂപ്പ് ആണ്. അതെ, ഇവിടെ അപ്പ് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ തീരുവാണ്, പിന്നെ എക്സ്ട്രാ ഇല്ല. എനിക്ക് തോന്നുന്നു ദിസ് മൈറ്റ് ബി യൂസ്ഫുൾ, ഈ സെറ്റിംഗ്. ഫ്ലഡ് ഫ്രം കറണ്ട് സെൽ. അപ്പോൾ ഇത് ഇത്രയും സെപ്പറേറ്റ് ആയിട്ടൊരു ലൂപ്പ് ആവുകയാണ്. അപ്പ് പോയാൽ പ്രശ്നമാണ്, റൈറ്റ്? ഡൗൺ പോയാൽ എന്ത് സംഭവിക്കും? പക്ഷെ D1 ക്ലോസ്ഡ് ആവില്ല. D1 A1 കിട്ടില്ല വാട്ടർ. A1 T1 കിട്ടില്ല. പെർഫെക്റ്റ്. നൗ ഐ സീ ഇറ്റ്. A1 ഇങ്ങോട്ട് നമുക്ക് വന്നേ പറ്റത്തുള്ളൂ. A1 നിന്ന് ലെഫ്റ്റിലോട്ട് പോയാൽ അത് D1ന്റെ റൈറ്റിൽ നിന്ന് എൻ്റർ ചെയ്യും. സോ ദാറ്റ് ഇസ് ക്രിയേറ്റിംഗ് എ പ്രോബ്ലം. പെർഫെക്റ്റ്. നൗ ഐ എം കൺവിൻസ്ഡ്. അപ്പോൾ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എററാണ്. അപ്പോൾ ഇങ്ങോട്ടേ പോകാൻ പറ്റുള്ളൂ. ലെറ്റ്സ് ജസ്റ്റ് ചെക്ക് ദറ്റ് ഔട്ട്. സമയം കളയണ്ട, കറക്റ്റാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ C1 ഹൊറിസോണ്ടൽ ആകാൻ പറ്റത്തില്ലല്ലോ. അഗ്രീഡ്? C1 വെർട്ടിക്കലായേ പറ്റുള്ളൂ. അത് നമുക്ക് ഫിക്സ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ D1 എങ്ങനെയായിരിക്കും? ഐ തിങ്ക് ഇറ്റ്സ് യൂണിക്. D1 ഒരു സൈഡ് റൈറ്റ് സൈഡ് ആയിരിക്കണം, മറ്റേ സൈഡ് മുകളിലോട്ട് പോയാൽ ഒരു ചിന്ന സബ് സിസ്റ്റം ആവും. സിംഗിൾ ലൂപ്പിൽ കിട്ടുന്നില്ല അല്ലേ? ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയി ഇവിടെ നിന്ന് വന്നു, ഇത്രയും മാത്രം സെപ്പറേറ്റ് ആയി. ഇറ്റ്സ് സെപ്പറേറ്റ് ഫ്രം ദിസ് ബ്ലൂ. ദിസ് ഇസ് എൻ എറർ. സോ D1 cannot be right and top, it has to be right and bottom. എന്നാലേ ഇവിടുന്ന് കണ്ടിന്യൂ ചെയ്ത് വേറെ സ്ഥലങ്ങളിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. Are we convinced about this? D1? എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ടോ? C2 താഴോട്ടാണ്. വൺ സെക്കൻഡ്. D1 ഞങ്ങൾ ലോക്ക് ചെയ്യാണ്. ലെറ്റ്സ് ചെയ്ത് പോവാം. വരുന്നില്ലോടെ. ഓക്കെ. അടുത്ത എന്താ പറഞ്ഞ? എന്താ പറഞ്ഞ? കേട്ടില്ല. C2 എങ്ങോട്ടൊക്കെയാണ്? ഏത് സൈഡിൽ ഇല്ല എന്ന് പറ. താഴോട്ട്. ബിക്കോസ് അല്ലെങ്കിൽ പിന്നെയും ക്ലോസ് ലൂപ്പ്. C4 പിന്നെ ഒരു ക്ലോസ് ലൂപ്പ് ആവുന്നു. C4 താഴോട്ട് പിടിച്ച ക്ലോസ് ലൂപ്പ് ആവുന്നോ? എനിക്ക് മനസ്സിലായില്ല എന്താ പറഞ്ഞത്. ഐ എം സോ സോറി. സർ C2 ലെഫ്റ്റ് ഒഴിച്ച് ബാക്കി എല്ലാ ഡയറക്ഷൻസിലും. ലെഫ്റ്റ് ഒഴിച്ച് ബാക്കി എല്ലാ ഡയറക്ഷനും. എക്സ്പ്ലെയിൻ. സർ C4ലേക്ക് കണക്ട് ആവുന്ന പൈപ്പായിട്ട് വെള്ളം മെയിൻ പൈപ്പ് ലൈനിൽ നിന്ന് പോകുന്നെങ്കിൽ അത് ഈ രീതിയിൽ തന്നെ വേണ്ടി വരില്ലേ? എന്നിട്ട് B2 താഴത്തേക്ക് ആക്കിയാൽ മതിയോ? Can I come back to this? I'm losing track of this. നമുക്ക് ഇത് C4 ലോക്ക് ചെയ്തൂടെ? ഇത് വെർട്ടിക്കൽ ആയ സ്ഥിതിക്ക് C4 ലോക്ക് ചെയ്തൂടെ? Yes, sir. Yes. Okay, let's do that first. I'll come back to this. I need a little time to think. This is not my strong suit. This pipes thing. ഇത് നമുക്ക് വെർട്ടിക്കൽ അല്ല എന്നറിയാം. We know that D4 is not vertical, right? D4 പ്ലേസ് ചെയ്യാം. D4 വെർട്ടിക്കൽ ആയ ഇവിടെ കോൺട്രഡിക്ഷൻ വരും. ഐ മീൻ ഡൗൺ ആയാൽ, ലെഫ്റ്റ് ആയാൽ ഇവിടെ കോൺട്രഡിക്ഷൻ വരും, റൈറ്റ് ആയാൽ ഇവിടെ കോൺട്രഡിക്ഷൻ വരും. D4 അപ്പാണ്. Can I lock this? Yes.
ഓക്കെ, എന്താണ് നേരത്തെ പറഞ്ഞത്? C2 നെ കുറിച്ചല്ലേ പറഞ്ഞിട്ടുള്ളത്, അതോ B3 ആയിരുന്നോ? സാർ D2 അങ്ങനെ തന്നെയല്ലേ വരിക? Who was speaking? Was it Srime? Yes, sir. Yes, you are talking about which cell? C2 ഇങ്ങനെ ഇരുന്നിട്ട് മെയിൻ പൈപ്പ് ലൈൻ മേലേക്ക് തിരിച്ചാ ശരിയാവില്ലേ സർ? അവിടുത്തെ You will have to explain why n-1 cases are wrong. That's the problem here, right? Because we've not reached the point where it's trivial, let's finish it എന്ന് പറയുന്ന space എത്തിയിട്ടില്ല as far as I can see, right? I know one of them has to be here. മുകളിലോട്ട് കണക്ഷൻ ഉണ്ടായേ പറ്റത്തുള്ളൂ, എനിക്ക് ഉണ്ടായേ പറ്റുള്ളൂ. സർ താഴത്തോട്ട് കണക്ഷൻ വേണം. Why is that? മെയിൻ പൈപ്പ് ലൈൻ ആയിട്ട് കണക്ട് ആയില്ലെങ്കിൽ വെള്ളം എത്തില്ലല്ലോ. You can, because you have locked C2, sorry, C4, we can say ഇവിടെ ഇല്ല. So Yes, sir. you should say that this is correct and you have to lock this. അത് ആദ്യം പറ. Like, Yes, I'm sir. not seeing it. Okay, so that's the issue. Since C4 has been figured out, we know that C3 moon side is every side except down. So we can actually lock this. Yes, guys? Everyone? Perfect. So then നമുക്ക് C1 ഉം C3 ലോക്ക്ഡ് ആയതുകൊണ്ട് അപ്പും ഡൗണും ഉണ്ടെന്നറിയാം. പിന്നെ ആകെ രണ്ട് പോസിബിലിറ്റി ഉള്ളത്, റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ. ഇങ്ങനെയാവും അല്ലെങ്കിൽ ഇങ്ങനെയാവും. യു ആർ സെയിങ് ഇങ്ങനെയാവും പറ്റത്തില്ല. Yes, sir. വൈ ഈസ് ദാറ്റ്? ഇങ്ങനെ കൊടുത്തേ പറ്റത്തുള്ളൂ. ഇവനെ അപ്പം നമ്മൾ ഇങ്ങോട്ട് തിരിച്ചേ പറ്റുള്ളൂ. ചെറിയ ലൂപ്പ് വരും അല്ലേ? ഇതല്ലേ പറഞ്ഞു തന്നെ? Yes, sir. പെർഫെക്റ്റ്. സോ ബേസിക്കലി നമുക്ക് C2-ന് അപ്പും ഡൗണും കൺഫേം ആണ്. മൂന്നാമത്തെ സൈഡ് ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ. ലെഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവനെ ഇങ്ങോട്ട് വളച്ച് ഇവിടെ ഒരു ചെറിയ ലൂപ്പ് സബ് സിസ്റ്റം ഉണ്ടാവുകയാണ്. ദാറ്റ്സ് എൻ എറർ. സോ ദാറ്റ് ഈസ് റോങ്. യു ഹാവ് ടു ഗോ ദിസ് വേ. ആൻഡ് ദെൻ ദിസ് is to connect, this L shape has to connect to D1 as well as C2, which would be this orientation. You can lock these. What's next? B2 ലെ ബൾബ് താഴോട്ട് മാത്രമല്ലേ പോകത്തുള്ളൂ. ഇനി B2 ലെ ബൾബ് മുകളിലോട്ട് പോയാൽ വേറെ ബൾബ്, ലെഫ്റ്റിലോട്ട് പോയാൽ വേറെ ബൾബ്, റൈറ്റിൽ ഡിസ്കണക്ഷൻ ആണ്, താഴെ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ലോക്ക് ഇറ്റ് ഇൻ. വാട്ട് നെക്സ്റ്റ്? സർ A3 പുറത്തേക്ക് എന്നുള്ള രീതിയിൽ T ഷേപ്പ് വരണം. ഒരു സെക്കൻഡ്, നമുക്ക് D3 ലോക്ക് ചെയ്തൂടെ? ഓൾറെഡി കറക്റ്റ് അല്ലേ? ഇവിടെ മാത്രമില്ല, ബാക്കി മൂന്ന് സൈഡും ഉണ്ട്. D3 is locked. Okay, you are talking about A3 സർ. A3 എവിടൊക്കെ വരും? റൈറ്റ് ഒഴിച്ച് ബാക്കിയെല്ലാം വരും അല്ലേ? Yes, sir. റൈറ്റിലൊന്നുമില്ല, സോ റൈറ്റ് ഒഴിച്ച് ബാക്കിയെല്ലാം വരും. ഇവനെ താഴോട്ട് കണക്ട് ചെയ്യുക. It is done. Perfect. Everyone, this is okay? 9:55. Are we doing one more or are we calling it a day? Up to you guys. Sir, one more. Let's do one more. Correct starting point കണ്ടുപിടിക്കുക. There usually is something that is placed in only one way. സർ A4 എന്താണ് പ്രശ്നം? ലെഫ്റ്റിലോട്ട് കൊടുത്താൽ ഈ ബൾബുമായിട്ട് സബ് സിസ്റ്റം ആവും, താഴോട്ട് കൊടുത്താൽ ഈ ബൾബുമായിട്ട് സബ് സിസ്റ്റം ആവും. Still leaves two possibilities, right and up. Up കൊടുത്താൽ എന്താണ് ഇഷ്യൂ? A3 രണ്ട് ബൾബിലോട്ടാണ് നിൽക്കുന്നത്. പക്ഷെ അതിനെ റീഓറിയന്റ് ചെയ്തൂടെ? This orientation is problematic, I agree. But what about this orientation? Okay, I don't have a starting point. ആരെങ്കിലും കണ്ടുപിടിക്കണ അറിയിക്കുക. A2-ന്റെ ഒരു കേസ് രണ്ട് കേസ് കളയാൻ പറ്റും. മൂന്ന് കേസ് കളയാൻ പറ്റുമോ? I'll tell you what I've spotted. I don't have a solid something to place down yet, but somebody can help me. B2, B3
സോറി B2 C2 D2 മൂന്നും ഐ ഷേപ്പാണ്. either all three are vertical or all three are horizontal. Oh, actually is there. all three horizontal കൊടുത്തു കഴിഞ്ഞാൽ നേരെ എറർ ആണ് അല്ലേടേ? പകുതി വെർട്ടിക്കൽ പകുതി ഹൊറിസോണ്ടൽ കൊടുക്കാൻ പറ്റത്തില്ല. മൊത്തം വെർട്ടിക്കൽ കൊടുത്താൽ എറർ ആണ്. അപ്പം മൊത്തം ഹൊറിസോണ്ടൽ ആണ്. യു ക്യാൻ ആക്ച്വലി പ്ലേസ് ദിസ്. ഷുഡ് ബി കറക്റ്റ്. യെസ്. വാട്ട് നെക്സ്റ്റ്? B2 B2ന്റെ താഴെ കൊടുക്കുക അല്ലേ? B1 B1ലേക്ക് വരാം. B3 കറക്റ്റ് ആണല്ലോ, ഇങ്ങനെയാണല്ലോ. ഇവിടെ കുറെ സാധനം പ്ലേസ് ചെയ്യാൻ പറ്റും. ഈവൻ C3 ഒക്കെ പ്ലേസ് ചെയ്യാൻ പറ്റും. another eye, it has to connect to this eye. this bulb has to connect to this eye. ഇവിടെ ഈ സൈഡിൽ ഇല്ലാത്തതുകൊണ്ട് this is already in the right orientation. Are you all cool with this? I feel I'm hijacking this. I'm so sorry. ബാക്കി നിങ്ങൾ പറ. B2 നമ്മൾ ലോക്ക് ചെയ്തല്ലോ ഓൾറെഡി. B1 എവിടെയൊക്കെ വരണം? എവിടെ വരൂല, മേളിലോട്ട് പോണ്ട. മേളിലോട്ട് പോണ്ട. റീസൺ എടാ, ഐ തിങ്ക് യു ആർ റോങ്. ബൾബ്സ് ഇല്ല. B1 മുകളിലോട്ട് പോണ്ട. അപ്പം B4ലോട്ട് വരേണ്ട ആവശ്യമില്ല. you are saying B1 മുകളിലോട്ട് പോവില്ല. I think you are wrong about it. കാരണം you first you are thinking about partitioning where there are other places in the board. partition ചെയ്യാതെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. indirect placements ഉണ്ട് ബോർഡിൽ. find that first. anybody else? Sir, D4 മേലേക്ക് ആക്കാൻ പറ്റില്ലേ? D4 മുകളിലോട്ട് ആക്കാൻ പറ്റും, കാരണം നമ്മൾ ഇവിടെ ഓപ്പൺ ആയിട്ട് കിടക്കുവാണ്. Yes, sir. another one? Sir, B4. Sir, D1. We'll come to D1. let's talk about B4. മൂന്ന് സൈഡ് ഉണ്ട് ഓൾറെഡി. ഇവിടെ ഡിസ്കണക്ഷൻ ആണ്. ഡബിൾ റൊട്ടേറ്റ് അടിക്കുക. ദിസ് ക്യാൻ ബി ലോക്ക്ഡ്, കാരണം ഈ ഒരു സൈഡ് ഒഴിച്ച് ബാക്കി മൂന്ന് സൈഡും ഉണ്ടാവണം. റൈറ്റ്? അതേഴ്സ്? യെസ്. നൗ ഡു യു സീ വൈ ദിസ് വാസ് റോങ്? ബി മുകളിലോട്ടില്ലെന്ന് പറഞ്ഞാൽ റോങ് ആയേ പറ്റത്തുള്ളൂ, കാരണം B4 താഴോട്ട് പോകുന്നുണ്ട്. ഓക്കെ ആണോ? യെസ്. അപ്പം നമ്മൾ ഇത്രയും സാധനങ്ങളാണ് ഇതുവരെ ലോക്ക് ചെയ്തത്. ഇതും ലോക്ക് ചെയ്യാം. ഇത് ഓൾറെഡി ഇവിടെ ഇതും ലോക്ക്ഡ് ആയതുകൊണ്ട്, ബിക്കോസ് C3 and B4 are locked, you can lock C4 as well. What next? A4, perfect. What's next? D1. But is C1 confirmed? You have to learn to ignore the things that are not locked. ഈ puzzle സർ അത് D1 തിരിച്ചാണ് ലൂപ്പായിട്ടാണ് വരിക. ഇങ്ങോട്ടാണ് വരട്ടെ ആണോ? അങ്ങോട്ട് വന്നാല് പിന്നെ A1 തിരിച്ചു വെക്കേണ്ടി വരും. അപ്പൊ അതൊരു ലൂപ്പായിട്ട് വരില്ലേ? അപ്പൊ അത് തിരിച്ചു വരും. സബ്സിസ്റ്റം ആവും അല്ലേ? പക്ഷെ സബ്സിസ്റ്റം ആവുമല്ലേ? Yeah. So you are saying D1 down and right is wrong. അതല്ലേ പറഞ്ഞിരുന്നേ? sir. Down and left is fine. Yes. Okay. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും പ്ലേസ് ചെയ്തിരിക്കും. C1 യൂണീക്ക് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിന് ഈ B1ന് റൈറ്റ് ഒഴിച്ച് ബാക്കി എല്ലാ സൈഡും വരണം. ഓക്കെ, സീംസ് ഫൈൻ. we're done, right? Perfect. Yeah. കറക്റ്റ്, പക്ഷേ it should be correct. ഓട്ടോ സബ്മിറ്റ് ചെയ്താ. So that's it. 5x5 ഒക്കെ അത്യാവശ്യം ടഫ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. റാപ്പ് 5x5 റെഗുലർ is fine. I've not done pipes beyond that point. Like it is very time consuming for me. But if you can do 7x7 rap, you are way better than me. I've not even attempted this. So that's it. കഴിഞ്ഞില്ലേടേ? 5 ഇന്നത്തെ. What's left is these 3. ഞാൻ ഫ്രൈഡേ എന്ന് പറഞ്ഞു. ഞാൻ ഒന്ന് കൺഫേം ചെയ്തിട്ട് പറയാം. എൻ്റെ ഷെഡ്യൂൾ ഇച്ചിരി പ്രശ്നമാണ് ഈ വീക്കെൻഡ്. മൈറ്റ് ബി ഏർലിയർ ഇൻ ദ നൈറ്റ് ഓൺ സാറ്റർഡേ. ഞാൻ ഒന്ന് നോക്കിയിട്ട് പറയാം. ഐ എം നോട്ട് ഷുവർ. ഐ വിൽ ഓൾസോ പുട്ട് അപ്പ് ദ ഷെഡ്യൂൾ. കപ്പിൾ ഓഫ് തിങ്സ് ക്വിക്ക്ലി. ജൂൺ 10th തുടങ്ങാമെന്ന് ഞാൻ പറഞ്ഞിരുന്നത്. അഗൈൻ ഐ മൈറ്റ് ഹാവ് സം പേഴ്സണൽ ഇഷ്യൂസ് വേർ ഐ മൈറ്റ് ഹാവ് ടു പുഷ് ഇറ്റ് ഓഫ് ബൈ 1 week മാക്സിമം.
either going to start on June 10th or June 17th. അതിന് ഞാൻ ഷെഡ്യൂൾ ഇടാം. ഷെഡ്യൂളിനെ കുറിച്ചൊരു ഓവർവ്യൂ ഞാൻ, അതായത് ലൈവ് എടുക്കേണ്ട കാര്യമില്ല. I'll just give you an overview of what is the flow, right? Those things I'll just mention. I'll just put up a recording somewhere here and you can check the link and see, right? ഞാൻ പറയാം. ജൂൺ സോറി സാർ, അത് നമ്മൾ കോൺസ് ആയിട്ടല്ല സ്റ്റാർട്ട് ചെയ്യണേ. So what the plan is going to be, പറഞ്ഞു തുടങ്ങാൻ ഇപ്പൊ പറയണമെങ്കിൽ ഞാൻ പറയാം, but I'll anyway put up a recording. The plan is to have 1.5 hours of quant and 1.5 hours of everything else on in each 3-hour session, because quant will basically take 50% of our time in terms of syllabus completion. ബാക്കി എല്ലാം കൂടെ other 50% എടുക്കുകയുള്ളൂ, right? That being said, VARC ഒരുപാട് സെഷൻസ് ഈ പറഞ്ഞ മൺഡേ ടു തേഴ്സ്ഡേ ഫോർനൂൺസിൽ കാണില്ല. ജസ്റ്റ് ഒന്ന് തുടങ്ങത്തേ ഉള്ളൂ. പിന്നെ എല്ലാം ടെസ്റ്റ് ഡിസ്കഷൻ ആണ്. അത് നമുക്ക് വീക്ക് ഡേ നൈറ്റ്സിലൊക്കെ ആയിട്ട് എക്സ്ട്രാ സെഷനായിട്ട് എടുക്കുന്നതായിരിക്കും. യു വിൽ ഹാവ് ട്രൈ ടു ടെസ്റ്റ് ടൈംഡ്, ദെൻ യു ക്യാൻ സ്പെൻഡ് എക്സ്ട്രാ അൺടൈംഡ് ആയിട്ട് അറ്റൻഡ് ചെയ്യാം. എന്നിട്ട് വിൽ ഹാവ് എ ഡിസ്കഷൻ. ഇത് ഡു ഇറ്റ് ഓൺ യുവർ ഓൺ ടൈം, much before the session, not immediately before. Then we'll have a discussion where we'll talk about why it's option B and why it's not option C. Discuss ചെയ്ത് പഠിക്കാൻ പറ്റത്തുള്ളൂ, right? So basically a few VARC sessions, but it's mostly going to be LR and TI. Each day will be 1.5 plus 1.5, and the plan is to finish ഒരു topic, whether it's a quant topic or an LR topic, one topic will be finished in a total of 3 hours, so it's 2 days. So Monday and Tuesday, one quant topic, one non-quant topic will be covered. Wednesday and Thursday, another quant, another non-quant. ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു ഷെഡ്യൂൾ ഇടാം. ഷെഡ്യൂൾ ഇടുമ്പോൾ ഇതിൽ എനിക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ചാപ്റ്റർ പ്രീ റിക്വസിറ്റ്സ് ഉണ്ട്, റൈറ്റ്? സോ ഫോർ എക്സാമ്പിൾ, പ്രോഫിറ്റ് ആൻഡ് ലോസ് ആൻഡ് ഇൻട്രസ്റ്റ്, 2 chapters which are heavy on percentages. So percentage പഠിപ്പിച്ചിട്ടേ അതിലേക്ക് പോകാൻ പറ്റുള്ളൂ, റൈറ്റ്? അൽജിബ്രയിൽ ക്വാഡ്രാറ്റിക് equations and inequalities are 2 chapters which are heavy on usage of graphs. The correct way to do it is to learn graphs properly. Like ചില ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഇതൊക്കെ ആദ്യം വന്നിട്ട് ലേറ്റർ ഓൺ അവർ ഗ്രാഫ്സ് എടുക്കും. I don't agree with that approach. You have to learn graphs properly. So functions and graphs is a prerequisite for these chapters, and it has to be done in this order. And there are some prerequisites between quant and LR. അപ്പോൾ അതൊക്കെ വെച്ച് എനിക്കൊരു ഷെഡ്യൂൾ ഇടാൻ പറ്റുമോ? ഞാൻ ജസ്റ്റ് ഒരു ഷെഡ്യൂൾ ഇട്ടിട്ട് ഞാൻ അറിയിക്കാം. ലൈക്ക് ഐ പോസ്റ്റ് പ്രത്യേക ഒരു ടാബിൽ വീക്ക്ലി ഷെഡ്യൂൾ ആയിട്ട് ഇടാം, ഇന്ന ദിവസം എന്നെ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. ആൻഡ് ഐ വിൽ അപ്ഡേറ്റ് ഇൻ ദ ഗ്രൂപ്പ് വൺസ് ഇറ്റ്സ് ഡൺ. എന്തെങ്കിലും വേറെ ഫർദർ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുക, പറയാം. പോകേണ്ടവർക്ക് പോകാം. ഹോപ്പിംഗ് ടു സ്റ്റാർട്ട് June 10th itself. ചെറിയൊരു ഇഷ്യൂ വന്നാൽ ചിലപ്പോൾ June 17 ആവും. ഏതൊരു സെപ്റ്റംബർ എൻഡ് കൊണ്ട് നമുക്ക് സാധനം തീരുന്നതായിരിക്കും. Any other questions, anyone? Sir, online or offline classes? Online. അത് ഇതുവരെ ഡിസ്കസ് ചെയ്തില്ലേ സാറിൻ്റെ അടുത്ത്? ദിസ് ഈസ് എ പ്യുവർലി ഓൺലൈൻ ബാച്ച്. ഓഫ്ലൈൻ വേണമെങ്കിൽ ഡൗട്ട് ക്ലിയറിംഗ് കൊടുക്കാം എന്നുള്ളതല്ലേ. ആൾക്കാർ റിക്വസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് മേ ബി once in 2 weeks വല്ലതും നമുക്ക് വേണമെങ്കിൽ എൻ്റെ സെൻറ്ററിൽ മീറ്റ് ചെയ്യാം, വിച്ച് ഈസ് അറ്റ് ആയുർവേദ കോളേജ് ജംഗ്ഷൻ. ബട്ട് this is, I mean, we have people from all over Kerala here. Some of you I will not meet in person at all, right? ജംഗ്ഷൻ ട്രിവാൻഡ്രം. പറഞ്ഞാൽ മതി. ഓഫ്ലൈൻ ക്ലിയർ ചെയ്തിട്ട് ശരിയാവണില്ല, ഓൺലൈൻ ക്ലിയർ ചെയ്ത് ശരിയാവുന്നില്ല, ഓഫ്ലൈൻ തന്നെ ഡിസ്കസ് ചെയ്യണമെന്നുള്ള വല്ലതും ഉണ്ടെങ്കിൽ you guys can request and we can schedule accordingly. Yes, anything else, people? Nothing much, sir. Thank you. Okay then. Bye guys. Thank you, sir. Thank you, sir.